നമ്മുടെ നോട്ടീസിലൂടെയും മറ്റും അറിയിച്ചതിനനുസരിച്ച് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട സംശയ ദൂരീകരണത്തിന് ഒരവസരം നൽകുകയാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ പൂർണ്ണമായും സഹിഷ്ണുതയോടുകൂടെ സത്യം അറിയുക, അത് ഉൾക്കൊള്ളുക, തദനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ പല ചോദ്യങ്ങളും സംശയങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്നതിനാൽ വളരെ പരിമിതമായ സമയമാണ് നമുക്കുണ്ടിലുള്ളത്. മിക്ക ആളുകൾക്കും ഇതിന് സംഘാടകർ കത്ത് നൽകി സംശയ ദൂരീകരണത്തിന് അവസരമുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിയമം അനുവദിക്കുന്നിടത്തോളം സമയം തീർച്ചയായും നമ്മുടെ സഹോദരന്മാരുടെ സംശയ ദൂരീകരണത്തിന് അവസരം നൽകുകയാണ്. അതുകൊണ്ട് ആദ്യം സ്വയം ഒന്ന് പരിചയപ്പെടുത്തുകയും പിന്നീട് അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തി തീർച്ചയായും ഈ സംശയം അവതരിപ്പിക്കുകയും അവധാനതയോടുകൂടി അത് കേട്ട് അതിന്റെ പ്രതികരണം പൂർണ്ണമായും ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ഈ പരിപാടി പര്യവസാനിപ്പിക്കണം. സ്നേഹപൂർവ്വം എല്ലാ ആളുകളെയും ക്ഷണിക്കുന്നു. ഹലോ 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 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് അബ്ദുൽ നാസർ. ഞാൻ ചോപ്പാടാണ് താമസിക്കുന്നത്. എൻ്റെ സംശയം കുനൂത്തോ തക്ബീറത്തുൽ-ഇഹ്റാമോ ഇത്തരം സംഘടനാ വിഷയങ്ങളല്ല, മറിച്ച് ഞാൻ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു അധസ്ഥിത വർഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകരും പല സംഘടനയിലും നിൽക്കുന്ന, സമസ്ത അടക്കം പലതിലും നിൽക്കുന്ന പല എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാനുള്ളത്, അവരുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അറിയാനുള്ളത്, ഞാനൊരു ബാർബറാണ്. ഞങ്ങളുടെ തൊഴിലിനോടും ഞങ്ങളോടും വർഷങ്ങളായിട്ട് ഈ സമൂഹത്തിന് ഒരു ചിട്ടമായ നയം ഉണ്ട് എന്നത് പകൽ പോലെ സത്യമാണ്. ഒരു അസ്പൃശ്യത ഞങ്ങളോട് എത്രയോ കാലമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇന്നും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അത് കണ്ടുവരുന്നു. സത്യത്തിൽ ഞങ്ങളുടെ ഈ തൊഴിലിനെ കുറിച്ച് ഇസ്ലാമിന്റെ വിധി, അത് പ്രവാചകൻ അറബിയേക്കാൾ പ്രാധാന്യം അനറബിക്കോ, അനറബിയേക്കാൾ പ്രാധാന്യം അറബിക്കോ ഇല്ല, തെക്കുവയുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്ന് ഹജ്ജത്തുൽ വിദാഇന്റെ അന്ന് പറഞ്ഞ, ഈ സമൂഹത്തോട് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലോ അവിടുത്തെ സഹാബത്തിന്റെ, അല്ലെങ്കിൽ അമീർ വൈസി ഉസ്താദ് പറഞ്ഞ പോലെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ, സഹാബത്തോ താബിഹോ തബിഹ് താബിഹോ, ആരുടെയെങ്കിലും വചനത്തിൽ ഞങ്ങളോട് കാണിക്കുന്ന ഈ അസ്പൃശ്യതയെക്കുറിച്ച് എന്തെങ്കിലും ഒരു തെളിവ് ഉദ്ധരിക്കാമോ? ഈ വിഷയം പ്രത്യേകിച്ച് രോഹിത് എന്ന ദലിത് വിദ്യാർത്ഥിയുടെ മരണം കൊണ്ട് വർത്തമാനകാല രാഷ്ട്രീയം ചൂടുപിടിച്ചിരിക്കുന്ന ഈ സമയത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രശ്നം, അധസ്ഥിതന്റെ പ്രശ്നം ഞങ്ങൾ തന്നെ ചോദിക്കേണ്ടി വരും. ഉസ്താദെ, ഇന്നേ വരെ ഒരു മുഖാമുഖത്തിലും ഞങ്ങളുടെ ഈ വിഷയം ചോദ്യം വന്നിട്ടില്ല. സത്യല്ലേ? പലതും ചർവണം നടത്തിയിട്ടുണ്ട് ഈ സമൂഹം. പക്ഷെ ഞങ്ങളെ വിഷയം, ഈ അടിച്ചമർത്തപ്പെട്ടവന്റെ ഈ വിഷയം ഇന്നേ വരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരല്പം സമയം തീർച്ചയായിട്ടും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചോദ്യം ഇതാണ്, ഒന്നുകൂടി വ്യക്തമാക്കുന്നു. ചോദ്യം ഇതാണ്, അല്ല, ഞങ്ങളോട് കൽപ്പിക്കുന്ന ഈ അസ്പൃശ്യതയ്ക്ക് തെളിവ് ഹദീസിലോ ഖുർആനിലോ താബീന്റെ വചനങ്ങളിലോ താബീന്റെ വചനങ്ങളിലോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യകർത്താവ് ചോക്കാട്ടിരുന്നാണല്ലോ അല്ലേ? ഈ ചോക്കാട്ട ആളുകളാണ് ശരിക്കും ഇതിന് മറുപടി അറിയേണ്ടത്. കാരണം ഇദ്ദേഹത്തോട് ചോക്കാട്ടത്തെ ആരെങ്കിലും ഇങ്ങനെ വളരെ അസ്പൃശ്യതയോടുകൂടി പെരുമാറേണ്ടതുണ്ടോ എന്ന് ഞമ്മക്കറിയില്ല. ഇന്ത്യത്തെ നാട്ടിലെ ആ ഉച്ചാരക്കടയിലാണ് സാധാരണ ഉണ്ടായാലും കർക്കിടാവുന്നത്. അവിടെ ഒന്നും തന്നെ പിന്നെ വലിയ പദവിയാണ് ഇപ്പോൾ കൂടുതൽ വരുമാനമൊക്കെ തന്നെ ഇങ്ങനെ ബാർബേഴ്സിനാണ്. അതുകൊണ്ടേ അത് ഒരു കാലഘട്ടത്തിൽ
ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഈ പിന്നെ ചില തൊഴിൽ ചെയ്യുമ്പോൾ ആ തൊഴിൽ അത്ര വൃത്തികേടുള്ള തൊഴിലുകളാവുമ്പോഴേ അത് ഈ ബാർബർ ഷോപ്പ് കൈപ്പെട്ടതല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ തൊഴിലുണ്ടാവും. ചിലപ്പോൾ കയ്യുമ്മലൊക്കെ വൃത്തികേടൊക്കെ ആവുന്ന തരത്തിലുള്ള തൊഴിലുള്ള ആൾക്കാരാവുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്തെങ്കിലും ദുർഗന്ധമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലാതെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹിന്ദു എന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ബാർബർ ആയിരുന്നു, ആ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു. എന്നിട്ട് അവർക്ക് അന്നും ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞാണ്, അന്നും അവരെ കല്യാണം കഴിക്കാൻ ചിലർ മടിച്ചിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചതും കല്യാണം കഴിപ്പിച്ചതും ഒക്കെ ചരിത്രത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അസ്പൃശ്യത സമൂഹം പൊതുവെ കൽപ്പിക്കുന്നുണ്ടോയെന്ന് ഞാൻ ഇതിന്റെ പശ്ചാത്തലം ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടത്തൊന്നും ഇല്ല. അപ്പൊ ചോക്കാട്ടേക്ക് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ കിതാബിൽ പറയുന്നത് ഉസ്താദുമാരോട് സൂചിപ്പിച്ചോ പറഞ്ഞു, ഈ കൊമ്പ് വെക്കണ ജോലി ചെയ്യണേ, കൊമ്പ് വെക്കണം, അതിപ്പം ഇല്ലല്ലോ. അങ്ങനത്തെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊമ്പ് വെക്കണ സമ്പ്രദായം ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ അത് കഴിയുമ്പോഴൊക്കെ രക്തമൊക്കെ ആയിട്ടുള്ള അവരോടെന്തോ ഒരു തരത്തിലുള്ള പിന്നെ അവർ ആ തൊഴിലിനെ അത്രയും മോശമായിട്ട് ഇങ്ങനെ കണ്ടിരുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതല്ലാതെ സമൂഹത്തിൽ പൊതുവായിട്ട് അത്തരത്തിലുള്ള സമ്പ്രദായം ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇപ്പോഴായാലും ഇല്ല. അതുകൊണ്ട് ചോക്കാട്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കും, വളരെ നല്ല നിരക്ക് അവരോട് പെരുമാറണം. പിന്നെ ഇസ്ലാം ദീനിൽ ഒരിക്കലും തന്നെ അതിന് പിൻബലല്ല എന്ന് തന്നെയാണ് അതിന്റെ സംഭവം. പിന്നെ അദ്ദേഹം ഒരു പണ്ഡിതനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞത് സത്യമല്ല. കാരണം സന്തുഷ്ട കുടുംബം എന്ന സമസ്ത ഇറക്കുന്ന വാരിക 2004 എന്നാണ് എന്റെ ഓർമ്മ. അതിൽ പറയുന്നു ഈ ബാർബർമാരോടുള്ള അസ്പൃശ്യതയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഈ ഭക്ഷണം കഴിക്കാതിരിക്കുക, അത് മക്രൂഹ് എന്ന് കാണുക, വിവാഹബന്ധം കഴിക്കുക. ഇത് പഴയ കാലത്ത് ശരിയായിരുന്നു, ഷറഹിന്റെ അടിസ്ഥാനത്തിൽ ശരിയായിരുന്നു. താങ്കൾ പറഞ്ഞ പോലെ കൊമ്പ് വെക്കുന്ന പോലുള്ള ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ട്. ഇന്നതില്ലാത്തത് കൊണ്ട് ഇന്ന് കുഴപ്പമില്ല. സത്യത്തിൽ കൊമ്പ് വെക്കുക എന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലും വെക്കുന്നവന്റെ മേലിൽ രക്താവുന്നതല്ല. രക്തം തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ചോദ്യത്തിൽ പരിമിതപ്പെടണം. വിശദീകരണത്തിനാവുമ്പോൾ നമുക്ക് ടൈം ഒരുപാട് ആളുകൾ ചോദിക്കാണ്ട്. നിങ്ങൾ ചോദ്യത്തിന് ഉറച്ചു വെക്കും. അടുത്ത ചോദ്യം ഉപയോഗം എന്താ ആ ചോദ്യം വേറെ വിശദീകരണം ചോദിക്കുക. അതാ ഇത് സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ അധസ്ഥിത വർഗത്തോട് കാണിക്കുന്ന ഒരു അനീതിയായിട്ട് തന്നെ ഞങ്ങളിത് കാണും. കാരണം ഞങ്ങളിത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ചോദ്യത്തിന് ആ ചോദ്യം വിശദീകരിക്കുന്ന വേണം. ഞാൻ വിശദീകരിക്കാണ്, ചോദ്യത്തിന് വഴുതി മാറല്ല. ആ സന്തുഷ്ട കുടുംബം ഈ സമസ്യ ഇറക്കിയതാണ്. അതിൽ പറഞ്ഞത് ഇതാണ്: രക്തം, കഫം, മലം, മൂത്രം ഇത് പരിശോധിക്കുന്ന ലാബ് ടെക്നീഷ്യൻ ഈ അസ്പൃശ്യതല്ല. രക്തത്തിൽ ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർക്ക് ഈ അസ്പൃശ്യതല്ല. പലിശയിൽ ഏറ്റവും ചെറുത് മാതാവിനോട് വ്യഭിചരിക്കുന്നതിന് തുല്യം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ജോലി അവരുമായിട്ടുള്ള ബന്ധം, അവിടുന്ന് ചെലവിന് പോകുന്ന മൂല്യമാർക്ക് ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു സമൂഹത്തോട് മാത്രം എന്തുകൊണ്ട് ഇത് കൂട്ടത്തിൽ ഒന്നും കൂടി പറയണം, അദ്ദേഹം പണ്ഡിതനല്ലാത്തതുകൊണ്ട് അബ്ദുൽ ഗഫാർ നിങ്ങളുടെ ചോദ്യം മനസ്സിലായി, ഉപയോഗം മനസ്സിലായി. ഇനി കാരണം വിശദീകരിച്ചാൽ നമുക്ക് ഇങ്ങനെ ടൈം പോകുമല്ലോ. അതുകൊണ്ടാണ് ക്ഷമിക്കുക. വിഷയം മനസ്സിലായി, ചോദ്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് പോയിന്റ് അല്ലെങ്കിൽ ക്ഷമിക്ക്, കാരണം മറുപടി പറയാൻ സമയമുണ്ട്. ചോദ്യത്തിന് മാത്രം സമയം പോരല്ലോ. അദ്ദേഹം പറഞ്ഞത് ഔസാഹിബ് ഒരു പണ്ഡിതനാണെന്ന് അറിയില്ല, അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല ആളുകൾക്കറിയാം. അദ്ദേഹം നല്ല പണ്ഡിതനാണ്. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാ ബറക്കത്തും പ്രദാനം ചെയ്യുവാറാകട്ടെ. അതിന് യോഗ്യനായ ആൾക്കാരെ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ വസ്തുനിഷ്ഠമായി അതിന്റെ യാഥാർത്ഥ്യം മുമ്പിൽ വിശകലനം ചെയ്തു പറഞ്ഞു. ഈ ബാർബർമാർക്ക് ഇസ്ലാമിൽ ഒരു എതിർപ്പുമില്ല. സന്തുഷ്ട കുടുംബത്തിന് അങ്ങനെ പറയുക. സന്തുഷ്ട കുടുംബം സമസ്ത പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ്. നേരിച്ച് അദ്ദേഹം കൃത്യമായി സൂചിപ്പിച്ചു, ഹിജാമത്ത് എന്നൊരു ചികിത്സ ഉണ്ട്, കൊമ്പ് വെക്ക, രക്തവുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സ. അതിന് കാശ് വാങ്ങിയിട്ട് ആ കാശുമായി ബന്ധപ്പെട്ടാണ് ആ കറാഹത്തിന്റെ വിഷയം വരുന്നത്. അത് നമ്മളാരും പറഞ്ഞതല്ല. ആദരവായ അഷ്റഫുൽ ഹൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഫിഖ്ഹിൽ വിശദീകരിച്ചാണ്. ആ ഹദീസിൽ ഗ്രന്ഥി കാര്യമൊന്ന് വായിച്ചു തന്നെ. ഹദീസ് ഇബാറത്ത് വായിക്കാം. ഹദീസ് മുതൽ വരും. വമാ കുസിബ ബി മുഹാമറത്തി നജസ്, നജസ് കുത്തിയെടുത്തുകൊണ്ട് സമ്പാദിക്കപ്പെട്ട ഒന്ന്, ഹിജാമത്തിൻ, അത് ഈ കൊമ്പുവെക്കും പോലെ, അത് മക്റൂഹൻ, അത് ഉപയോഗിക്കൽ ഹറാമാണെന്നല്ല, ഒഴിവാക്കലാണ് നല്ലത്.
അതിന് കാരണം ലിന്നഹി സഹീഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹീഹായ ഹദീസ് ഉണ്ടായതുകൊണ്ടാണ്. അൻ കസ്ബിൽ ഹജ്ജാം, ആ ജോലി ചെയ്യുന്നവരുടെ സമ്പാദ്യത്തിൽ അത് ഒഴിവാക്കുന്നതിന്, അത് സ്വീകരിക്കുന്നതിനെ തൊട്ട് സഹീഹായ ഹദീസിൽ വിലക്കുണ്ടായതിനു വേണ്ടി. ഇത് ഇമാം മുസ്ലിമിന്റെ ഹദീസ് കൊടുക്കണം. കസ്ബുൽ ഹാജിമി ഖബീസുൻ, മുസ്ലിമിന്റെ ഹദീസാണ്. കസ്ബുൽ ഹാജിമി ഖബീസുൻ എന്ന് വെച്ചാൽ ഈ കൊമ്പ് വെക്കുന്നവരുടെ ആ സമ്പാദ്യം അത് എന്താണ്, ഒഴിവാക്കുകയാണ് നല്ലത്. ഹറാമാണെന്ന് പറയാൻ പറ്റൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വലം യഹ്റും, അത് നിഷിദ്ധമല്ല, അത് ഹറാമല്ല. ബിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അഅത ഹാജിമഹു ഉജ്റതഹു, തന്നെ കൊമ്പ് വെച്ചെടുത്ത ആ ആൾക്ക് ഉജ്റത്ത്, കൂലി കൊടുത്തു. റവാഹുൽ ബുഖാരിയു, അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. വലു ഹറുമ, ആ ജോലി ഹറാമാണെങ്കിൽ ലം യുഅ്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂലി കൊടുക്കൂലല്ലോ. ബിഅന്നഹു ഹൈതു ഹറുമൽ അഖ്ദു, സമ്പാദ്യം സ്വീകരിക്കൽ ഹറാമാണെങ്കിൽ ഹറുമൽ ഇഅ്താഉ, അയാൾക്ക് കൂലി കൊടുക്കലും ഹറാമാകുമല്ലോ. അതുകൊണ്ട് ഹറാമല്ല, അത് തൻസീഹിന്റെ കറാഹത്ത് എന്ന് പറയും. എന്ന് വെച്ചാൽ അത് ഒഴിവാക്കലാണ് നല്ലത്. അതൊരിക്കലും ബാർബർമാർക്ക് ബാധകമല്ല. ബാർബർമാർ എന്ന് പറഞ്ഞാൽ അറബിയിൽ മുസയ്യിനീങ്ങൾ എന്നാണ് പറയാം, ഹാജിമ് എന്നല്ല. മുസയ്യിൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഭംഗിയാക്കുന്നവൻ എന്നാണ്. മനുഷ്യന്റെ തലയും മുടിയും വെട്ടിക്കൊടുത്തിട്ട് അയാളെ ഭംഗിയാക്കുന്ന മുസയ്യിനാണ്. മുസയ്യിൻ എന്നാണ് അതിന് അറബി പറയാം, ഹാജിമ് എന്നല്ല. മുസയ്യിൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഭംഗിയാക്കി കൊടുക്കുന്നവൻ എന്നാണ്. അവന്റെ മുഖത്തെ, അവന്റെ തലയെ സൗന്ദര്യപ്പെടുത്തി കൊടുക്കുന്നവൻ. അത് ഒരിക്കലും തന്നെ ഈ പറഞ്ഞ ഹദീസിലോ ഈ പറഞ്ഞ മസ്അലയിലോ നമ്മളെ ഇന്നത്തെ നാട്ടിലുള്ള ബാർബർമാർ ഉൾപ്പെടുകയില്ല. അപ്പൊ ഇന്നത്തെ ബാർബർമാർ ഈ പറഞ്ഞ മസ്അലയിൽപ്പെട്ടതല്ല. സന്തുഷ്ട കുടുംബത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിലും ഈ പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിലും വന്ന ഈ ഹിജാമ എന്ന് പറഞ്ഞ ആ തൊഴിലിൽ ഏർപ്പെടുന്നവരെ പറ്റി മാത്രം പറഞ്ഞ കാര്യമാണെന്ന് മനസ്സിലാക്കും. അത് ബാർബർമാർക്ക് ബാധകമല്ല. ഈ വിഷയത്തെക്കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനം നമ്മുടെ നിഷ്കളങ്കരായ ബാർബർമാരായ സുഹൃത്തുക്കളെ കുറിച്ച് നിരന്തരം സുന്നത്ത് ജമാഅത്തിനെയും അതിന്റെ കിതാബുകളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ തെറ്റിദ്ധാരണ പൊളിഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആ ദുഷ്പ്രചരണം ഇനി വിജയിക്കൂല. അടുത്ത ചോദ്യം കിടക്കട്ടെ. സ്വാഗതം പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ ഉണ്ടോയെന്നറിയില്ല. ഒരാൾക്കൊരു ചോദ്യം ചോദിക്കാം, അതിനൊരു ഉപചോദ്യം കൊണ്ട് വ്യക്തമാക്കാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾക്കത് നേരം വെളുക്കുന്നത് വരെ പറയാനും വിശദീകരിക്കാനും പ്രയാസം ഉണ്ടായിട്ടല്ല. പക്ഷേ ഒരുപാട് ആളുകൾ വിവിധ സംശയങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് തൃപ്തികരമായ ഒരു മറുപടി നൽകുക, ഒരുപാട് ആളുകൾക്ക് ഒരു അവസരം നൽകേണ്ടതുണ്ട്, സമയപരിമിതിയുമുണ്ട്. എല്ലാ ആളും മാന്യമായി സഹകരിക്കണം എന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ആളിലേക്ക് മൈക്ക് കൈമാറുകയാണ്. മാത്രമല്ല, ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങളോട് പരമാവധി ബന്ധം പുലർത്താനും നീതി പുലർത്താനും പരമാവധി ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. ചോദ്യകർത്താക്കൾ സഹോദര പ്ലീസ്, ആദർശപരമായ ചോദ്യമാണ്. ഇവിടെ വളരെ വ്യക്തമായി ഉസ്താദ് പറഞ്ഞു, വളരെ വ്യക്തമായി പറഞ്ഞു. നീ മാറി, ഉസ്താദ് വായിച്ചു. അല്ല പിന്നെ അല്ലല്ല, ഇരിക്കും പ്ലീസ് സുഹൃത്ത് ഇരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസാണ്. നിങ്ങൾ വിശദീകരിക്കണം. ഈ പണ്ഡിതന്മാരാണ് വിശദീകരിക്കുന്നത്. പണ്ഡിതന്മാർ ഞാനല്ല. ഹദീസ് വിശദീകരിച്ച ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ബുഖാരിയും മുസ്ലിമും. നിങ്ങൾ ബുഖാരി കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ. അല്ല, ഞാൻ പറയാം. അപ്പൊ അദ്ദേഹം പിന്നെ ഒരിക്കലും തന്നെ ഞങ്ങൾ ഇവിടെ മറുപടി പറഞ്ഞ ഹമീദ് ഉസ്താദോ
ഹംസ സാഹിബോ ഞാനോ എന്തായിട്ടില്ല, ഒരിക്കലും അസത്യം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. ആ ഹദീസ് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചത് മാത്രമാണ് സന്തുഷ്ട കുടുംബത്തിലോ മറ്റോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. അതുതന്നെയും നമ്മുടെ ഇന്നത്തെ നാട്ടിൽ നമ്മുടെ മുടിയും താടിയും വെട്ടിത്തരുന്ന ബാർബർമാർക്ക് ബാധകം അല്ല. കാരണം ബാർബർമാർ ഹാജിമുകളല്ല, അവർ മുസയ്യിനീങ്ങളാണ്. ഈ വിധം നമ്മുടെ സമസ്തയുടെ ഫത്വ കമ്മിറ്റി തന്നെ ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് താങ്കളുടെ ചോദ്യം, ഇത് ഈ ഒരു അസ്പർശത എന്ന് പറയുന്നത്, ബാർബർമാരോടുള്ള അസ്പർശത എന്നുള്ളത് ഒരിക്കലും തന്നെ ഇവരുടെ നാട്ടിലില്ല. അങ്ങനെ ഒരു പ്രചാരണം സമസ്ത നടത്തിയിട്ടും ഇല്ല. പിന്നെ നിങ്ങൾ സന്തുഷ്ട കുടുംബത്തിലോ മറ്റോ വായിച്ചു അല്ലെങ്കിൽ വായിച്ചതായി കേട്ടു എന്ന് പറഞ്ഞ കാര്യം അതൊരിക്കലും തന്നെ ബാർബർമാർക്ക് ബാധകം അല്ല. അത് ഹാജിം എന്ന് പറയുന്ന ആ വിഭാഗത്തിന് ബാധകമാണ്. അതാണെങ്കിലോ, നിങ്ങൾ പറയുന്നത് ഫുള്ള് കേൾക്കണം. അതാണെങ്കിലോ അത് ഹദീസിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വന്ന കാര്യത്തെ ഇമാമുകൾ വിശദീകരിച്ചു. അത് മലയാളത്തിൽ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നത്, അതൊരിക്കലും സമസ്ത അതിന് ഉത്തരവാദിയല്ല. ഇനി അതിന് ഉത്തരവാദി റസൂലാണോ അള്ളയാണോ അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഹാഫിദ് അബ്ദുൽ ഗഫാർ മൗലവിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, വേശ്യാവൃത്തിയിൽ പറ്റുന്ന വേതനത്തെക്കാൾ മ്ലേച്ഛമാണ് ബാർബർമാരുടെ വേതനം എന്ന് ഹാഫിസ് അബ്ദുൽ ഗഫാർ മൗലവി പറഞ്ഞു. ഈ രക്തത്തിന്റെ കാര്യത്തിൽ ഡോക്ടർമാരും ഉൾപ്പെടൂലെ? അതും കൂടി ഒന്ന് വിശദീകരിക്കും. അല്ല, ഹാഫിദ് അബ്ദുൽ ഗഫാർ മൗലവിയും സമസ്തയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അദ്ദേഹത്തിന്റെ ആശയാദർശങ്ങളോട് പല നിലക്കും സമസ്തകളുടെ ജമിയത്തുൽ ഉലമാക്ക് വിയോജിപ്പാണുള്ളത്. പല ആശയങ്ങളും അദ്ദേഹം സമസ്തയുടെ ആശയത്തോട് ഇങ്ങോട്ടും വിയോജിപ്പുള്ള ഒരാളാണ്. അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്കോ സമസ്തക്കോ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അത് ഇവിടെ ഉന്നയിക്കുന്നതിൽ പ്രസക്തിയില്ല. ഇനി അടുത്ത ആദർശപരമായിട്ടുള്ള അടുത്ത ചോദ്യകർത്താവിലേക്ക് മൈക്കുമാറി. അസ്സലാമു അലൈക്കും. ഇവിടെ വിശദീകരിക്കപ്പെട്ട പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് സി ഹംസ സാഹിബ്, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ചും വഹാബികളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. ബഹുമാനികളെ, നമ്മുടെ പരിപാടി, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് അലങ്കോലപ്പെടുന്ന ഒരു പ്രവർത്തനവും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. വളരെ സ്വൈര്യമായി ചോദ്യം ചോദിക്കാനും മനസ്സിലാക്കാനുള്ള തുറന്ന അവസരമാണ് ആ സദസ്സ്. ഒരിക്കലും, കാരണം മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്ത് നമ്മുടെ പരിപാടി അലങ്കോലപ്പെടുത്താൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും തന്നെ ആരും വളം വെച്ചു കൊടുക്കരുത്. ഇവിടെ ചോദിക്കുന്നവരെ സ്വൈര്യമായി ചോദിക്കാനും അവർക്ക് തിരിഞ്ഞു പോകാനുള്ള അവസരം സദസ്സ് സൃഷ്ടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണ് എന്ന് മുജാഹിദുകൾ പറയുന്നുവെന്ന, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്താൽ പോലും അതിന് പാരായണത്തിന് മാത്രം പ്രത്യേക പുണ്യം ഉണ്ട് എന്ന് അവർ പറയുന്നില്ല, അതിന് പുണ്യമല്ല എന്നാണ് പറയുന്നത് എന്ന രൂപത്തിലുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്റെ ചോദ്യം അതല്ല. പരിശുദ്ധ ഖുർആനിന് ഈ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നതിന് ശേഷമാണ് ഹുർമത്ത് നഷ്ടപ്പെട്ടതെന്നും അവരുടെ പ്രവർത്തനങ്ങൾ മൂലം പരിശുദ്ധ ഖുർആനെ അവഹേളിക്കുകയാണ് അവർ ചെയ്തത് എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. എന്നാൽ നമ്മുടെ സംസ്ഥ ഈ മതവിദ്യാഭ്യാസ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന 5ാം ക്ലാസ്സിലേക്കുള്ള ഒരു പാഠപുസ്തകമാണ് അഖീദ എന്ന് പറയുന്ന ഈ പാഠപുസ്തകം. അൽ അഖീദ എന്ന് പറയുന്ന 5ാം ക്ലാസ്സിലേക്കുള്ള ഈ പാഠപുസ്തകം ആരംഭിക്കുന്നുണ്ട്. قال الله تعالى عالم الغيب فلا يظهر على غيبه أحدا إلا من ارتضى. എന്നിട്ട് അൽ സൂറത്തുൽ ജിന്ന് 26ാമത്തെ ആയത്ത് എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് അള്ളാഹു ഗൈബ് അറിയുന്നവരാണ്, ഗൈബിന്റെ മേൽ അവൻ തൃപ്തിപ്പെട്ടവരെയല്ലാതെ അവൻ വെളിവാക്കയില്ല എന്നർത്ഥമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, പരിശുദ്ധ ഖുർആനിന് ഹുർമത്ത് കൽപ്പിക്കാത്തവരും അതിനെ അവഹേളിക്കുന്നവരും ഒക്കെ മുജാഹിദുകളാണ് എന്ന് പറയപ്പെട്ടപ്പോ ഈ വേദിയിൽ നിന്ന് എനിക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. സൂറത്തുൽ ജിന്നിൽ 26ാമത്തെ ആയത്ത് ഈ പറഞ്ഞ പോലെ ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതദാ എന്ന് അവസാനിക്കുന്ന സൂറത്തുൽ ജിന്നിൽ ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കാണിച്ചു തരാൻ വേണ്ടി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ഓർമ്മപ്പെടുത്തുക. മൂപ്പര് സംശയം,
അത് 26-ാമത്തെ ആയത്തുകൾ ബ്രാക്കറ്റിൽ കൊടുത്തതാണ് അദ്ദേഹത്തിന്റെ സംശയം. അതെ അതെ, ജസ്റ്റ് നോക്കൊന്ന് കണ്ട് പരിചയമായി തോന്നുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ പേരും സ്ഥലവും പ്രസ്ഥാനത്തിൽ തന്നെ ഏത് ഗ്രൂപ്പ് എന്നുള്ളത്. ഞാൻ മമ്പാട്ടുമൂലയിൽ വെച്ച് അരിമയുമായി ചില സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പിന്നീട് അന്ന് അങ്ങനെ പിരിഞ്ഞതാണ്. എന്റെ പേര് മമ്മൂട്ടിക്കുട്ടിയാണ്, മഞ്ഞപ്പെട്ടിയിലാണ് വീട്. ഞാൻ യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയാൽ മതി. ഉത്തരം പറയാൻ ഗ്രൂപ്പിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് അറിയേണ്ടത് എന്റെ ഗ്രൂപ്പ് നിങ്ങൾ ചോദിക്കണ്ട, ഗ്രൂപ്പ് ഏതായിക്കോട്ടെ, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എനിക്ക് കിട്ടാൻ. സംശയമല്ല, ഇങ്ങനെ ആയത്തില്ല എന്ന് എനിക്ക് 100% ബോധ്യമാണ്. ആർക്കും അറിയാം, ഏത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഈ ഗ്രന്ഥം 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ പ്രസ്ഥാനത്തിനും ആ ഗ്രൂപ്പ് ചോദിക്കാനാ പറഞ്ഞു. ഗ്രൂപ്പ് നിങ്ങൾ പറയാൻ തയ്യാറായില്ല, അവിടെ ഇരിക്കും. അപ്പൊ അദ്ദേഹം ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദ എന്ന് പറഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിൽ സൂറത്തുൽ ജിന്ന് 26 എന്ന് എഴുതി. അങ്ങനെ 26-ാമത്തെ ഒരു ആയത്ത് സൂറത്തുൽ ജിന്നിലായിട്ട് അങ്ങനെ ഉണ്ടോന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം. അതായത് സൂറത്തുൽ ജിന്ന് എന്ന് ബ്രാക്കറ്റില് സൂറത്തുൽ ജിന്ന് 26 എന്ന് എഴുതി. സാധാരണ നമ്മൾ ഈ ബ്രാക്കറ്റ് കൊടുക്കുന്നത് എന്തിനാണ്? ഇത് ഒരു അധ്യാപകൻ, ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനാവട്ടെ, ഇത് പഠിക്കുന്ന വിദ്യാർത്ഥിയാവട്ടെ, ഖുർആനിൽ ഏതു ഭാഗത്താണ് ഇത് കണ്ടെത്തേണ്ടത് എന്നതിന്റെ ഒരു സൂചികയാണ് ബ്രാക്കറ്റ്. അല്ലാതെ ഇത് കംപ്ലീറ്റ് സൂറത്തുൽ ജിന്നിന് 26 കംപ്ലീറ്റ് ആകുന്നു, ഇതിന്റെ അപ്പുറം ഇപ്പുറം അല്ല എന്നൊന്നും ആ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങൾ യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനമാണല്ലോ. യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ഗ്രന്ഥമാണ് അൽ വിലായത്ത് വൽ കറാമ. KM മൗലവിയും കൂട്ടും ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ചതാണ്. ഏതെങ്കിലും ചപ്പറാച്ചിയാണല്ല, ജംഇയ്യത്തുൽ ഉലമ നേർക്കുനേരെ പ്രസിദ്ധീകരിച്ച നിങ്ങളുടെ അൽ വിലായത്ത് വൽ കറാമയുടെ 62-ാമത്തെ പേജിൽ ഈ ആയത്ത് സൂറത്തുൽ ജിന്ന് 25 എന്ന് കൊടുത്തിരിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഖുർആനിൽ 25-ാമത്തെ ആയത്തിൽ ഇങ്ങനെ ഒരു ആയത്ത് പറഞ്ഞിട്ടുണ്ടോ? അവിടെ നിൽക്കരുത്. ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളത് ചോദ്യം ചെയ്യുന്നില്ല. അത് ഒരു ഇൻഡെക്സ് ആണ്, ഒരു സൂചികയാണ്. ഒരു ബ്രാക്കറ്റിൽ സൂറത്തുൽ ജിന്ന് 25 അല്ലെങ്കിൽ 26-ാമത്തെ ആയത്തും 27-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം കൊടുത്തിട്ട് സൂറത്തുൽ ജിന്ന് 26 എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തു. അതിന്റെ അർത്ഥം ഇത് കംപ്ലീറ്റ് സൂറത്തുൽ ജിന്ന് 26 ആകുന്നു എന്നൊരു കംപ്ലീറ്റ് സെന്റൻസ്, ഒരു കംപ്ലീറ്റ് ആശയം അവിടെ പ്രതിപാദിക്കാനല്ല ആ ഇൻബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. മറിച്ച് ഇത് പഠിപ്പിക്കുന്ന അധ്യാപകനും ഇത് പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇത് അവലോകനം ചെയ്യുന്ന ആളുകളും നിങ്ങളെപ്പോലത്തെ വിമർശകരും ഖുർആനിൽ ഇത് എവിടെ നോക്കണം എന്നതിലേക്കുള്ള ഒരു ഇഷാറ, ഒരു സൂചിക, ഒരു സൂചന, അതാണ് ഇൻബ്രാക്കറ്റ്. മനസ്സിലായില്ലേ? അല്ലാതെ ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതിനെ ഒരു സൂറത്തുൽ ജിന്നിന്റെ 26-ാമത്തെ ആയത്തിനെയും 27-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗത്തെയും 26 ആക്കിയിരിക്കുന്നു എന്ന വിമർശനങ്ങൾ നാടുനീളെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ജംഇയ്യത്തുൽ ഉലമ ഇന്നും തിരുത്താതെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അൽ വിലായത്ത് വൽ കറാമയുടെ 62-ാമത്തെ പേജിൽ ഇതേ ആയത്തിനെ സൂറത്തുൽ ജിന്നിന്റെ 25 ആക്കിയിരിക്കുന്നു. പക്ഷെ ഞങ്ങളത് ആക്ഷേപിച്ചിട്ടില്ല. ഇത്രയും കാലം ഞങ്ങളതൊരു ആരോപണമായി പറഞ്ഞിട്ടില്ല. അതൊരു ബ്രാക്കറ്റ് മാത്രമാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ നിങ്ങളിത് പറയാൻ തുടങ്ങിയപ്പോ ഞങ്ങളെ ചോദ്യം തിരിച്ചു വരുന്നു. ഇത് ഇവിടെ മാത്രമല്ല, ഇനി നിങ്ങളുടെ അബ്ദുസലാം സുല്ലമില്ലേ, അബ്ദുസലാം സുല്ലമി, അയാളിനി കാഫിറാന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുന്നു വേണ്ട. അയാളുടെ തൗഹീദ് ഒരു സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിന്റെ 2 സ്ഥലത്ത് ഇതിനെ സംബന്ധിച്ച് സൂറത്തുൽ ജിന്ന് 26 എഴുതിയിട്ടുണ്ട്. സൂറത്തുൽ ജിന്ന് ഞാൻ ആ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, എനിക്ക് മറിച്ചിപ്പോ കാണിച്ചു തരാൻ കഴിയില്ല. 2 സ്ഥലത്ത് ഗൈബിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന 2 സ്ഥലത്ത് ഈ ആയത്തിന്, ഏതായത്തിന്, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദാ മിർ റസൂലിൻ വരെ, ആ മിർ റസൂലിന്റെ കയ്യിലോടുകൂടി 27 അവസാനിക്കുന്നില്ല. അതിനപ്പുറം പിന്നെ ബാക്കി വരുന്നുണ്ട്. പക്ഷെ അവിടെ നിർത്തിക്കൊണ്ട് അദ്ദേഹം ബ്രാക്കറ്റ് കൊടുത്ത എന്താണ്? സൂറത്തുൽ ജിന്ന് 26 എന്നാണ്. ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യം വായിച്ചതാണ് പുസ്തകം? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇദ്ദേഹമിതാ സൂറത്തുൽ ജിന്നിലെ 26-ലെയും 27-ന്റെ ഒരു കഷ്ണത്തെയും ഒറ്റ ആയത്താക്കി മാറ്റിയിരിക്കുന്നു? ഞങ്ങൾ ആരെങ്കിലും ഇതുവരെ പറഞ്ഞോ? ഞങ്ങൾക്ക് മാന്യത ഉണ്ട്. അതൊരു ഇൻബ്രാക്കറ്റാണ്, കേവലം ഒരു ഇഷാറയാണ്, ഒരു സൂചികയാണെന്ന് വായിക്കുന്ന വായനക്കാരന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഞങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ബുദ്ധി നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഉത്തരവാദിയല്ല, ഞങ്ങളതിൽ ഉത്തരവാദികളല്ല. മനസ്സിലായില്ലേ?
അതെ, നമ്മൾ കടന്നോർത്ത് കിടന്ന് ഉരുളുന്ന ഒരു പരിപാടിയല്ല. എനിക്ക് ഇത് സത്യം ബോധ്യപ്പെട്ടാൽ തിരുത്താൻ നമ്മൾ തയ്യാറാണ്. ഇതിൽ കൊടുത്തത് 5 കൊല്ലം മുമ്പ് ഞാൻ വാങ്ങിയ പുസ്തകം എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് ഒരുപാട് പ്രസംഗങ്ങളിലൂടെ മൗലവിമാർ പറയുമ്പോൾ അങ്ങനെ ഇത് തിരുത്തുക. ഇപ്പൊ അതിലുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്, അതിന് സംശയമല്ല. പക്ഷേ ഈ നോട്ടീസ് ഞങ്ങൾ ഇത് കണ്ട ഉടനെ നമ്മൾ ഇറക്കി. ഈ വിഷയത്തിൽ വലിയ തങ്ങൾ എഴുതിയ പരിഭാഷ ഇതിനെ പറ്റില്ല, ആ വിഷയം മാറ്റി. ഈ വിഷയത്തിൽ സമയം തരും അവിടെ ഇരിക്കും. ഇത് അല്ല, നമ്മൾ തിരുത്തണം എന്ന് പറഞ്ഞല്ലോ, തിരുത്തണം എന്ന് പറഞ്ഞല്ലോ, തിരുത്തണം. അതെ, നിങ്ങൾക്ക് പറയാം, ഇരിക്കും അവിടെ, നിങ്ങൾക്ക് പറയാം. മമ്മൂട്ടി അവിടെ ഇരിക്കും, നിങ്ങൾക്ക് പറയാം, തിരുത്തണം എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. തെറ്റുണ്ടെങ്കിൽ തിരുത്താം, തെറ്റില്ലല്ലോ. ഇല്ല, സൂറത്തുൽ ജിന്ന് 26 എന്ന് എഴുതിയത് അത് ഇൻ ബ്രാക്കറ്റ് ആണ്. അവിടെ ഈ ആയത്ത് കംപ്ലീറ്റ് മുഴുവനായിട്ടും സൂറത്തുൽ ജിന്ന് 26 ആകുന്നു എന്നവിടെ പറയുന്നില്ല. മറിച്ച് സൂറത്തുൽ ജിന്ന് 20 ഇവിടെ ഈ ആലിമുൽ ഗൈബി ഫലാ യദ്ഹുറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദാ എന്ന് ഞാൻ പറയുന്നതൊന്ന് കേൾക്കി. ഇതാ നിങ്ങളുടെ സ്വഭാവം. പറയുന്നത് മുഴുവൻ നിശബ്ദമായി കേൾക്കണം. അത് ഖുർആനിൽ നിങ്ങൾ ഇത് പറയുന്നത് കേൾക്കി. സൂറത്തുൽ ജിന്നിന്റെ 26ാമത്തെ ആയത്താകുന്നു മക്കളെ. ഇത് നിങ്ങൾ പഠിക്കണം. ആ അർത്ഥത്തിലല്ല അവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. അവിടെ ബ്രാക്കറ്റ് കൊടുത്തത് എന്തിനാണ്? അവിടെ എന്തിനാണ്? എടോ അവിടെ നിൽക്ക്, ഇത് പറയുന്നത് കേൾക്ക്. അല്ല, നിങ്ങൾ പറയുന്നത് കേൾക്കണം, പറയുന്നത് കേൾക്കണം. എന്നിട്ട് നിങ്ങൾ ചോദിക്കണം, മിണ്ടാതിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കി, അല്ല നിങ്ങൾക്ക് പറയാനുള്ളത് ചോദിക്കി. ഇത് പറയുന്നത് ആദ്യം കേൾക്കണം. ഇവിടെ ഇത് സൂറത്തുൽ ജിന്നിന്റെ 26ാമത്തെ ആയത്താകുന്നു ഇല്ലാ മൻ ഇർതദാ വരെ എന്ന് ഒരു ഉസ്താദും ഒരു കുട്ടിക്കും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. ഇനി അവിടെ ഇൻബ്രാക്കറ്റിന് സൂറത്തുൽ ജിന്ന് 26 എന്ന് കൊടുത്തത് എന്തിനാണ്? ഈ പറഞ്ഞ ഖുർആനിക വചനം ഖുർആനിൽ ഏതു ഭാഗത്താണ് പരിശോധിക്കേണ്ടത് എന്നുള്ളതിന്റെ സൂചനയാകുന്നു എന്ന് നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു. അത് ഏതുപോലെയാണ്? അതുപോലെയുള്ള സൂചനകൾ നിങ്ങളുടെ പുസ്തകത്തിൽ അതിലേറെ വലിയ ഒരു തെറ്റാ ചെയ്തിട്ടുള്ളത്. 26ന്റെയും 27ന്റെ ഒരു ഭാഗത്തിനെ പറ്റി ഇവർ പറഞ്ഞത് എന്താണ്? സൂറത്തുൽ ജിന്ന് 25 എന്നാണ്. ഞങ്ങൾ എത്ര കാലമായി ഇത് പ്രസംഗിച്ചു നടക്കുന്നു? എത്ര വേദിയിലാണ് ഈ 62ാമത്തെ പേജ് ഉയർത്തി കാണിച്ചിട്ടുള്ളത്? ഇന്നേ വരെ നിങ്ങൾ ഏതെങ്കിലും ഒരു എഡിഷനിൽ ഇത് തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? ഞങ്ങൾ തിരുത്തിക്കൊള്ളാം. ഞങ്ങൾ എന്ന് പറഞ്ഞ മമ്മൂട്ടി അല്ല തിരുത്തേണ്ടത്, ജംഇയ്യത്തുൽ ഉലമ തിരുത്തണം. ഈ ആയത്തില് ഇല്ലാ മനിർത്തല്ല എന്നുള്ളത് 27ാമത്തെ ആയത്തിന്റെ ഫസ്റ്റ് ഭാഗമാണ്. അതിന്റെ ബാക്കി ഇല്ലാ മനിർത്തല്ല റസൂലിനുണ്ട്. പക്ഷെ അത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ അർത്ഥം അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം കൊടുത്തത് എന്താണ്? അള്ളാഹു ഗൈബ് അറിയുന്നവനാണ്. ഗൈബിന്റെ മേൽ അവൻ തൃപ്തിപ്പെട്ടവരെ അല്ലാതെ അവൻ വെളിവാക്കിയില്ല. ഇല്ലാ മനിർത്തല്ല മിർ റസൂലിൻ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ വാദം പൊളിഞ്ഞു. അതിനുവേണ്ടിയാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഈ പിഞ്ചോമന മക്കളെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അഭ്യാസത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആലിമുൽ ഗൈബി അങ്ങനെ തുടങ്ങിയിട്ട് അവസാനം ഇല്ലാ മനിർത്തല്ലാന്നിട്ട് വട്ടപൂജത്തൊക്കെയാണ് ഖുർആനിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ ചോദിക്കണേ. അത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ തീർക്കാൻ തയ്യാറാകുക വേണ്ടത്. അതല്ലാതെ ആ അധ്യായത്തിൽ എന്താ പറയുന്നത്? ഞാൻ പുസ്തകം അടിക്കാൻ ഞാൻ മുഴുവൻ വായിച്ചു. ഇത് മദ്രസ സമസ്തകൾ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ 5ാം ക്ലാസിന്റെ അഖീദയാണ്. എന്താണ് ഈ പാഠപുസ്തകത്തിൽ പറയുന്നത്? ഇൽമുൽ ഗൈബ് എന്നാണ് അധ്യായം. ഞാനത് മുഴുവൻ വായിക്കാം. മുഴുവൻ വായിക്കുമ്പോ സുഹൃത്തിന്റെ സംശയം താനെ ഇങ്ങോട്ട് മാറും കേട്ടോ. അല്ല, അവിടെ ഇനി പറയുന്നത് കേൾക്കി. സുഹൃത്തെ, നിങ്ങൾക്ക് ക്ഷമ വേണം. എന്താണ്? സൃഷ്ടികൾക്ക് സാധാരണഗതിയിൽ അറിയാൻ കഴിയാത്തതാണ് ഗൈബ്. ഗൈബ് അറിയുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. കണ്ടോ? നബിമാരിൽ നിന്നും സാലിഹുകളായ മറ്റു അടിമകളിൽ നിന്നും അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് ഗൈബിനെ അവൻ അറിയിച്ചു കൊടുക്കും. ഖിയാമത്ത് നാൾ വരെ ലോകത്ത് സംഭവിക്കുന്ന നിരവധി കാര്യങ്ങളെ സംബന്ധിച്ചു വിവിധ സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രവചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഗൈബ് അറിയിച്ചതിന്റെ തെളിവാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെടുമെന്നും മുസ്ലിം സമുദായത്തിൽ പിഴച്ചവാദികളായ മുബ്തദിഉകൾ പ്രത്യക്ഷപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചിരുന്നു. ഇപ്രകാരം പല നബിമാരും
വിവിധ കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. ഇത് അവരുടെ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ്. നബിമാരുടെ ചര്യ പിൻപറ്റി ജീവിച്ച ഔലിയാക്കളും ഗൈബിയായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ കറാമത്തുകളിൽ പെട്ടതാണ്. ഇതാണ് പാഠം. ഇനി അതിലേക്ക് സൂചന നൽകുന്ന ഖുർആനിൽ നിന്നുള്ളൊരു ഭാഗം കൊടുക്കുകയാണ്. ഖാലല്ലാഹു തആല ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദാ. ബ്രാക്കറ്റിൽ അൽ ജിന്ന് 26. അത് അണ്ടർലൈൻ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ അർത്ഥം, അതിന്റെ സാരം കൊടുക്കുന്നു. അല്ലാഹു ഗൈബ് അറിയുന്നവനാണ്. ഗൈബിന്റെ മേൽ അവൻ തൃപ്തിപ്പെട്ടവരെയല്ലാതെ അവൻ വെളിവാക്കയില്ല. ഇവിടെ സൂറത്തിന്റെ സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ മിർറസൂലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശേഷം മിർറസൂലിൻ എന്ന് പറഞ്ഞാൽ റസൂലിനെ വൈബ് അള്ളാഹു അറിയിച്ചു കൊടുക്കുള്ളൂ, അല്ലാതെ ഔലിയാക്കൾക്ക് വൈബ് അറിയിച്ചു കൊടുക്കും എന്ന് അവിടെ ആ ആയത്ത് ഒരിക്കലും തെളിവല്ല. കാരണം അവിടെ റസൂലിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മാക്സിമം വൈബ് അറിയുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കപ്പെടുകയാണെങ്കിൽ തന്നെ അത് റസൂലിനെ അറിയിച്ചു കൊടുക്കുള്ളൂ, ഔലിയാക്കൾക്ക് വൈബ് അറിയൂല. അപ്പൊ ഔലിയാക്കൾക്കും കൂടി വൈബ് അറിയാൻ വേണ്ടി അറിയും എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ആയത്തിനെ ഇങ്ങനെ കൊടുത്തത് എന്നാണ് സുഹൃത്തിന്റെ സംശയം. എന്നാൽ ആ സംശയത്തിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പായിട്ട് യഥാർത്ഥ മുജാഹിദുകൾ അവരുടെ അൽ വിലായത്ത് വൽ കറാമയിൽ പറയുന്ന മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അല്ല, യഥാർത്ഥ മുജാഹിദുകൾ, ഞാൻ പറഞ്ഞു ഇത് ഫുള്ള് കേൾക്കണം സുഹൃത്തെ. നിങ്ങൾക്ക് ക്ഷമ വേണം. പറയുന്നത് കേൾക്കാനുള്ള മാന്യതയും ക്ഷമയും വെച്ചു പുലർത്തണം. ഇതിലെന്താ പറയുന്നത്? കണ്ടോ, ഇത് അൽ വിലായത്ത് വൽ കറാമ എന്ന കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് പ്രസിദ്ധീകരിച്ച മുജാഹിദിന്റെ പ്രസിദ്ധീകരണമാണ്. ഈ പ്രസിദ്ധീകരണത്തിന്റെ 62-ാമത്തെ പേജിൽ സൂറത്തുൽ ജിന്നിലെ ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതലാ മിർ റസൂലിൻ, അദൃശ്യകാര്യത്തെ അറിയുന്നവൻ അല്ലാഹു ആകുന്നു. അപ്പോൾ അവന്റെ അദൃശ്യകാര്യത്തിന്മേൽ അവൻ ദൂതനായി തൃപ്തിപ്പെട്ടവരെയല്ലാതെ ആരെയും അവൻ വെളിപ്പെടുത്തുകയില്ല എന്ന 25-ാം ആയത്തും, നൗദുബില്ല, 25-ാം ആയത്തും പ്രവാചകന്മാരല്ലാത്തവർക്ക് ഒരു വിധത്തിലും ഗൈബിനെ അല്ലാഹു അറിയിക്കുകയില്ലെന്ന് പറയുന്നതായി ധരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. എന്നിട്ട് പറയാ, എന്തുകൊണ്ടെന്നാൽ ഗ്രാമറാണ് പഠിച്ചത്. മൗലവി അറബി പഠിക്കണം. അതാ അംസ സാഹിബ് പറഞ്ഞത്. മൗലവി എന്നല്ല, മൗലവി അറബി പഠിക്കണം. എന്തുകൊണ്ടെന്നാൽ തല അലിഹി എന്നും വഹറ അലിഹി എന്നും പറയുന്ന പ്രയോഗത്തിന്റെ സാരം അതിന്മേൽ വെളിപ്പെട്ടു, അതിന്മേൽ വിജയിയായി എന്നിങ്ങനെ പ്രയോഗിക്കത്തക്ക വിധത്തിൽ അതിനെ പൂർണ്ണമായും സ്പഷ്ടമായും അറിഞ്ഞു എന്നാകുന്നു. അതിനാൽ ഈ നബിമാർക്ക് മാത്രമേ അള്ളാഹു അറിയിക്കുകയുള്ളൂ എന്ന് മാത്രമാകുന്നു. അപ്പോൾ നബിമാരോട് യഥാർത്ഥമായി തുടർന്ന് ജീവിക്കുന്ന സാലിഹീങ്ങൾക്ക്, അഥവാ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമ ആയവർക്ക് നാഖിസും ഖഫിയും, അപൂർണവും അസ്പഷ്ടവും താമും ജലിയുമല്ല എന്ന പ്രത്യേക വിധത്തിൽ ചില വൈബിയായ കാര്യം അള്ളാഹു അറിയിക്കുമെന്ന് പറയുന്നതിനെ ഈ ആയത്തുകൾ 27 ആയത്ത് ഔലിയാക്കൾക്ക് വൈബ് അറിയും എന്നുള്ള, അല്ലെങ്കിൽ അള്ളാഹു ഔലിയാക്കൾക്ക് വൈബ് അറിയിച്ചു കൊടുക്കുമെന്നുള്ള അഹ്ലുസുന്നയുടെ ആശയത്തെ തള്ളിപ്പറയുന്നില്ല എന്ന് പറയുന്നത് ആരാണ്? സാക്ഷാൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന യഥാർത്ഥ മുജാഹിദിന്റെ പണ്ഡിത സഭയാണ്. നിങ്ങളെ പോലത്തെ കുറച്ച് ചോട്ട ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കാൻ, ഇതൊന്നും വായിക്കാതെ ഞങ്ങളെ അക്കീദമ്മ കളിച്ചാണല്ലേ. അല്ല, പിന്നെ സുധേ, ഈ കുട്ടി ചോദ്യം ചോദിക്കുന്നത് ഉത്തരം കിട്ടാനോ കിട്ടാതെക്കാനോ? അപ്പൊ ഉത്തരം കിട്ടാനാണെങ്കിൽ കിട്ടിയാ പിന്നെ അവിടെ ഇരുന്നൂടെ? പിന്നെ ഇനി എങ്ങനെ ഉത്തരം പറയാം? എനിക്ക് ചോദ്യത്തിന് പ്രസക്തിയില്ല. എനിക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടാനാ ചോദിക്കണതെങ്കിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ചോദ്യം ചോദിക്കും. ഇതേറ്റ് ബന്ധപ്പെട്ട ചോദ്യത്തിന് ഈ ഉത്തരം പറയില്ല. കാരണം ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കണു.
അതിന് തെറ്റ് പറ്റിയാലല്ലേ തെറ്റ് പറ്റി സമ്മതിക്കുന്നു. തെറ്റ് പറ്റാതെ തെറ്റ് പറ്റി സമ്മതിക്കേ. തെറ്റ് പറ്റാതെ തെറ്റ് പറ്റി എന്ന് പറയാം. എന്നാണ് 26-ാമത്തെ ആയത്ത്. എന്നുള്ളത് സൂറത്തുൽ ജിന്നിൽ 27-ാമത്തെ ആയത്തിന്റെ ഒരു കഷ്ണമാണ്. അതിന്റെ ബാക്കി കൂടി വെച്ചിട്ട് 26, 27 കൊടുത്ത കറക്റ്റാണ്. അർത്ഥല്ല ചോദ്യം ചോദിക്കണ ഉത്തരം കിട്ടാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉത്തരം പറയണ. ആണോ ഇവിടെ ഉത്തരം പറയുന്ന സമയം എടാ കുട്ടി ഇജ് ഉത്തരം പറയുന്ന സമയത്ത് പുസ്തകം വായിക്കലല്ലേ? ഇവിടെ ഈ ഉസ്താദ് മറുപടി പറയുന്ന സമയത്ത് ഇജ് പുസ്തകത്തിലേക്കല്ലേ നോക്കിയിരുന്നത്? അല്ലേ? പുസ്തകത്തിലേക്കല്ലേ നോക്കിയിരുന്നത്? കോണ പറയാതിരിക്കണം. ഈ ചോദ്യത്തിന് വ്യക്തമായി MT ദാരിമി അക്കമിട്ട് മറുപടി പറഞ്ഞു. ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. ഇനി തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് മറുപടി തരൂല. മറുപടി വ്യക്തമായി തന്നു, ഇത് മനസ്സിലാക്കൂലെന്ന് പറയാം. ആ ചോദ്യത്തിന് വേണ്ടി കടന്ന് സമയം കളയാൻ ഞങ്ങൾക്ക് ഒഴിവില്ല. അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കും. അടുത്ത ആൾക്ക് എന്റെ പേര് നസീർ, മഞ്ഞപ്പെട്ടിയിലാണ് താമസം. ഞാനിവിടെ ചോദിക്കാൻ നിൽക്കുന്നത് ഒരുപാട് സമസ്തക്കാരുടെ ആദർശമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ്, ജാറുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. എന്റെ നാട്ടിലൊരു 1 കിലോമീറ്റർ അടുത്ത് മാടമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹിന്ദുവിന്റേതാണെന്ന് അറിയില്ല, മുസ്ലിമിന്റേതാണെന്ന് പോലും അറിയില്ല. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും 3 ഘട്ടങ്ങളായിട്ട് പടുത്തി ഉയർത്തിയിട്ടുണ്ട്. വലിപ്പം കൂട്ടിയിട്ടുണ്ട്. അതിന് മീസാൻ കല്ല് പോലും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ പല തങ്ങന്മാരും കാര്യങ്ങളൊക്കെ വന്നിട്ടിപ്പോൾ അതൊരു ഔലിയാണ്ട് ജാറമാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പടുത്തി ഉയർത്തി അവിടെ ആഴ്ച 2 പ്രാവശ്യം സലാത്തും കാര്യങ്ങളായിട്ട് നടത്തുന്നുണ്ട്. അത്തരം ജാരങ്ങളിൽ നിങ്ങൾ ഉസ്താദന്മാർക്ക് പണ്ഡിതന്മാർക്ക് എന്താണ് പറയാനുള്ളത്? ഒരു ഔലിയാകാനുള്ള മാനദണ്ഡം എന്താണ്? ഇനി അങ്ങനെ ഔലിയാക്കന്മാരുണ്ടെങ്കിൽ ആരെങ്കിലും സമസ്ത വിഭാഗത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാബർ കെട്ടിപ്പൊന്തിക്കാൻ യോഗ്യതയില്ല, ആരെങ്കിലും ഒരു മഹാന്മാർ അല്ലെങ്കിൽ വലിയ കറാമത്തുള്ള ആൾക്കാർ ആരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതും കൂടി ഉസ്താദ് വ്യക്തമാക്കണം. നമ്മുടെ സുഹൃത്തിന്റെ പ്രദേശത്ത് ഒരാളറിയപ്പെടാത്ത ഒരു കബറ് കെട്ടിപ്പൊക്കി ഔലിയാണെന്ന് ആൾക്കാർ പറയുന്നതാണ്. നിങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ മസല ചോദിക്കണം, കിതാബിലെ മസല. ഔലിയാക്കൾ അമ്പിയാക്കൾ അവരെ കബറ് കെട്ടിപ്പൊക്കാൻ പറ്റുമെന്നാണ് മസല പറയും. അതായത് നിങ്ങളുടെ നാട്ടിൽ പ്രാദേശികമായ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടുകാർ കൂടി ഒരു പരിഹാരം ഉണ്ടാക്കണം. അതിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്ന വിഷയമല്ല. അടുത്ത ചോദ്യത്തിൽ പോവാം. ഇനി അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഔലിയാക്കന്മാരുണ്ടോ? ജാറം കെട്ടിപ്പൊന്തിക്കാൻ അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഉസ്താദന്മാർ മഹാന്മാർ വാസ്തുക്കൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ആളാരാണെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ അപരിചയപ്പെട്ട് വഫാറ്റായി ഞങ്ങൾക്ക് ആരും ഉദ്ദേശിക്കാൻ ആവശ്യങ്ങൾക്കും പോയി സഹായം തേടാൻ അഭ്യർത്ഥിക്കാനാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മഹാനായ റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അതിൽപ്പെട്ട ആളാണ്. മനസ്സിലായില്ലേ? ഇനി ജീവിച്ചിരിപ്പുള്ള ആളുകള് അതവിടെ നിൽക്കട്ടെ. ജീവിച്ചിരിപ്പുള്ള ആൾക്കാർ ഇപ്പോൾ ഓലെ പറ്റി നിങ്ങൾ മരിച്ചാൽ ഞങ്ങളെ കബറ് അവർ ഓല എവിടെ മരിക്കുക അതൊന്നും ഇപ്പം നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പൂർവകാല പണ്ഡിതന്മാരിൽ അതിന് യോഗ്യരായ ധാരാളം ഔലിയാക്കളും ഒരുപാട് ആരിഫീങ്ങളും പ്രസിദ്ധരായ ഉലമാക്കളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് യാതൊരു സംശയവും. വിചാരത്തിന്റെ കറാമത്തും കാര്യങ്ങളും ഒരാൾ മരണപ്പെട്ടു പോയതിന് ശേഷമാണ് എല്ലാവരും നാട്ടിലെല്ലാവരും അറിയത് അവിടെ അങ്ങനെ ഉണ്ടോലോ ഉണ്ടെങ്കിൽ ആ ആള് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ പോയി പൊളിച്ചാൽ മതി. ആ പൊളിച്ചാൽ പ്രായോഗിക അവസ്ഥ തന്നെ അറിയാം. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സംശയമില്ലാതെ അവിടെ പോകാലോ. അത് മഹാന്റെ ആണോ ഹിന്ദുവാണോ മുസ്ലിമാണോ എല്ലാം അറിഞ്ഞാണ് പോകാലോ. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അവിടെ പോകാലോ. കഴിഞ്ഞ ചിലപ്പോൾ ഇല്ലാത്തോ ഉണ്ടാവില്ലോ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം. അപ്പൊ മൂപ്പരുടെ ആകെയുള്ള പ്രശ്നം എന്താ വെച്ചാല് ഇതിപ്പോ അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണോലോ കറാമത്തുള്ള ആളാണോലോ എന്നിങ്ങനെ കേൾവിന്റെ അടിസ്ഥാനത്തിലൊന്നും നമ്മൾ പോകാൻ നിൽക്കണ്ടല്ലോ. നിങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബഗ്ദാദിക്ക് പോയിക്കോളി. ബഗ്ദാദിൽ അത് വളരെ കൃത്യം. അൽ ഫതുഹുർ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള നല്ല നല്ല കിതാബുകളൊക്കെ ഉണ്ടാക്കി ഒരുപാട് കറാമത്തുകൾ വെളിപ്പെടുത്തിയവരാണ് എന്ന് ചരിത്ര ലോകം മഹാപണ്ഡിതന്മാർ വരെ രേഖപ്പെടുത്തിയ
മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ ഖബറുണ്ട് ബഗ്ദാദില്, അത് കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് പോയിട്ട് സിയാറത്ത് ചെയ്തിന് വരി. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞു പോയ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ വിശ്വാസത്തിലുണ്ട്, ഞാൻ സമ്മതിച്ചിരുന്നു. ഇനി ആരെങ്കിലും ഞങ്ങൾ വിശ്വാസമല്ല, അങ്ങനെ സാക്ഷി നിർത്തൊന്നും വേണ്ട. ഇത് അള്ളാനെ സാക്ഷി നിർത്തിയിട്ടാ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പറയല്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് കറാമത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ലോക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതാ. അല്ലാമ ഇബ്നു കസീർ അവിടുത്തെ അൽ ബിദായത്ത് വന്നിഹായിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ അതിനെ പറ്റി പറഞ്ഞെന്താ അറിയോ? എന്താ പറഞ്ഞാൽ ഇബ്നു തൈമിയ ഇങ്ങനെ നേതാവ് ഇബ്നു തൈമിയ, മുജാഹിദിന്റെ നേതാവ് ഇബ്നു തൈമിയ, മുജാഹിദിന്റെ അപ്പോസ്തലനും ആചാര്യനുമായി ഗണിക്കുന്ന ഇബ്നു തൈമിയ പറഞ്ഞത് എന്താണെന്നറിയോ? മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കറാമത്തുള്ള വലിയാണെന്നുള്ളത് മുതവാത്തിറാണ്. മുതവാത്തിർ എന്ന് പറഞ്ഞ ഒരു ചരിത്രം രേഖപ്പെടുത്താനും ഒരു ചരിത്രം സ്ഥിരപ്പെടുത്തുവാനുമുള്ള ഏറ്റവും പ്രാമാണികമായ ഒരു തെളിവാണ് തവാത്തുർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വിലായത്തും കറാമത്തും എന്നുള്ള ലോകം അംഗീകരിച്ച ഇപ്പോഴത്തെ മുജാഹിദുകൾ അംഗീകരിച്ചതാണത്. ഈ പഴയ കാലത്ത് മുജാഹിദുകൾ അദ്വൈതവാദിയാണെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ ഈ ജിന്നൂരി മുജാഹിദുകളൊക്കെ അവരുടെ പ്രഭാഷണത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഫതുഹുർ റബ്ബാനി, അവിടുത്തെ ഫുതൂഹുൽ ഗൈബ്, അവിടുത്തെ ഉനിയത്തു ത്വാലിബീൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളെ വാനോളം പുകഴ്ത്തുന്ന മഹാപണ്ഡിതനും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഒരു മഹാനുമായിരുന്നു എന്ന് മുജാഹിദുകൾ തന്നെ ഇന്നത്തെ കാലത്ത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രം പറയല്ല, ലോകം സംബന്ധിച്ചൊരാശയമാണ്. അപ്പൊ താങ്കളോട് പറയാനുള്ളത് നിങ്ങൾക്കിപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇങ്ങനെ കേട്ടീമനെ കേട്ടതൊന്നും എനിക്ക് അതിനൊന്നും പോകാനാവൂല. എനിക്ക് നല്ലൊരു വലിയാന്ന് ഉറപ്പുള്ള ഒരാളാണെങ്കിൽ അയാളെ കബറിങ്ങ് പോയിട്ട് സിയാറത്ത് ചെയ്യാലോ എന്നുള്ള രൂപത്തിലാണ് നിങ്ങളുടെ സംശയം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ആ സംശയം തീരാനുള്ള ഒരു വളരെ നിങ്ങളുടെ സംശയം തീർത്തുകൊണ്ട് ഒരു സിയാറത്ത് നടത്താനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഖബർ എവിടെ ഉണ്ട്? ബഗ്ദാദിലേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി വേറെ സംശയം ഉണ്ടാവും, എനിക്ക് ആരാ ടിക്കറ്റ് എടുത്ത് തരിക, എന്റെ കീശയിൽ കാശുണ്ടോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇപ്പോൾ അവിടെ തീർത്തു തരൂല കേട്ടോ. ഹലോ, ഇവിടെ ഒരു ചോദ്യവും ആമുഖത്തിൽ പറഞ്ഞതാണ് പരമാവധി 2 ഉപചോദ്യം. ഒരു ഉപചോദ്യം നിർത്തണം, ഇല്ലെങ്കിൽ 2. ഇദ്ദേഹം 3 ഉപചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അബദ്ധവശാൽ അവിടെ ഈ വായി കൊടുക്കേണ്ടത് അടുത്ത ആൾ കൊടുക്കാം. അല്ല, അത് മാത്രമല്ല, അതിന് മാത്രമല്ല, അടുത്ത ആൾക്ക് കൊടുക്കുക. അടുത്ത ആൾക്ക് ആയിക്കോട്ടെ. ഷിഹാബ്, ഞാനിവിടെ തൊട്ടടുത്ത പ്രദേശമായ മാലിയക്ക് സ്വദേശിയാണ്. എന്റെ വിഷയം, ഞാൻ ഒരു സമസ്ത പ്രവർത്തകനും സമസ്തകാര ജമിയത്തുൽ ഉലമായ അതിയായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനുമാണ്. എന്നാൽ സോഷ്യൽ മീഡിയ രംഗത്ത് ഞാൻ പുറത്ത് പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ സോഷ്യൽ മീഡിയ രംഗത്താണ് സമസ്തയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അത് കൂടുതൽ തന്നെ കാന്തപുരം വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരെ, അവരുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് എന്റെ കൂടുതൽ പ്രവർത്തനങ്ങളും ഉള്ളത്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചോക്കാട് പഞ്ചായത്തിലേക്ക് എന്റെ ഭാര്യ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ആ സമയത്ത് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എതിർ പാർട്ടികൾക്കിടയിൽ കൂടുതൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് എന്നോട് പല മുസ്ലിം ലീഗിന്റെ പല സഹോദരന്മാരും പ്രവർത്തകരും നിന്നിട്ട് എന്നോട് ഫേസ്ബുക്ക് ID പിൻവലിക്കാനും അതുപോലെ തന്നെ കാന്തപുരം വിഭാഗത്തിനോട് ഒരു മൃദു സമീപനം കൈക്കൊള്ളുവാനും ആവശ്യപ്പെട്ടു. പക്ഷേ സമസ്തയെ അധികമായിട്ട് സ്നേഹിക്കുന്ന എനിക്ക് അതിന് സാധിച്ചില്ല. മാത്രമല്ല, ആ സമയത്താണ് കരുവാരകുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ നമ്മുടെ ഈ പ്രദേശത്തെ ഉസ്താദുമാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു യോഗം ചേരുകയും ആ യോഗം ഒരു സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് എന്ന നിലയിൽ എന്നെ അതികഠിനമായിട്ട് വേദനിപ്പിക്കുകയും ചെയ്തു. എന്ത് ചെയ്യണം എന്നൊരവസ്ഥയിൽ അറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഞാൻ. എനിക്ക് അറിയാനുള്ളത്, ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ ഇത്തരം യോഗങ്ങൾ നമുക്ക് ഒഴിവാക്കിക്കൂടാമായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് ഒരു നല്ല സമീപനത്തിലൂടെ പോകാൻ നമുക്ക് തയ്യാറായിക്കൂടായിരുന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമ്മുടെ വിഷയസംബന്ധമായ ഒരു കാര്യമല്ല. ഇവിടെ നേരത്തെ ചോദിച്ച കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങളോട് നീതി പുലർത്താത്തതിനാൽ ഇതിന് ഒരു ആദ്യ സമീപനം എന്നുള്ളതിലേക്ക് നിരാകരിക്കാനും നമുക്ക് വയ്യ. പ്രത്യേകിച്ചും നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് അടുത്തിടപഴകി കഴിയുന്ന പൊതുരംഗത്തുള്ള ഒരുപാട് ആളുകൾക്ക്
ഇതിന്റെ ഒരു ധാരണപ്പിശകുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്. അതിന്റെ ഒരു നടപടിക്രമങ്ങൾ എന്താണ് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കാൻ തീർച്ചയായും ഇതിന്റെ പ്രസ്ഥാന ബന്ധുക്കളായ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരുമാണ്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ കാര്യം എന്താണ് നടന്നത് എന്നതിന്റെ സത്യാവസ്ഥ, ഇവിടെ തർക്കങ്ങൾക്കൊന്നും ചാൻസ് ഇല്ല, കൃത്യമായ നിജസ്ഥിതി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് വിശദീകരിക്കുന്നതിന്റെ ഒരു ആവശ്യകത ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എവിടെ ചെന്നാലും ഇങ്ങനെ പലരും നമ്മൾ സ്നേഹിക്കുന്നവർ വളരെ അഭ്യുദയകാംക്ഷികൾ തന്നെ ഈ കാര്യം പറയുന്നത് കൊണ്ട് അതിന്റെ നിജസ്ഥിതി ഒന്ന് മനസ്സിലാക്കി നന്നായിരിക്കും എന്ന് തോന്നുകയാണ്. പ്രത്യേകിച്ചും ഇത് നമ്മുടെ സംവാദ വിഷയവുമായി ബന്ധപ്പെടാത്തതിനാൽ അത് ഉസ്താദുമാരുടെ അനുവാദപ്രകാരം 1-2 കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഒന്ന്, ഇവിടെ TP അഷ്റഫ് അലി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് കാൻഡിഡേറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേര് വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ ഔദ്യോഗികമായ നേതൃത്വം ഡിക്ലെയർ ചെയ്ത സമയം മുതൽ, പ്രഖ്യാപിച്ച നിമിഷം മുതൽ തന്നെ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെയും ഇസ്ലാമിക ശരീഅത്തിനെയും സ്നേഹിക്കുന്ന അതനുസരിച്ച് ജീവിക്കുന്ന പലർക്കിടയിൽ ഒരു ചെറിയൊരു അസ്വസ്ഥതയും പ്രയാസവും ഉണ്ടാക്കി. നിരന്തരമായ ഫോൺ കോളുകളും ചർച്ചകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ഇങ്ങനെ സജീവമായപ്പോൾ ഒരു സംഘടനയുടെ സമസ്തയുടെ ഒരു പോഷക ഘടകത്തിന്റെയും ഔദ്യോഗിക ലേബലിൽ ഒരു യോഗവും അതിന്റെ പേരിൽ ഇന്ന് വരെ വിളിച്ചു ചേർത്തിട്ടില്ല എന്ന് ആമുഖമായി അറിയിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അവിടെ നടന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ അഭിമാനത്തോടുകൂടെ തന്നെ പറയുകയാണ്, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ തീർച്ചയായും ബഹുമാനപ്പെട്ട സമസ്തക്കാരുടെ ജമിയത്തുൽ ഉലമയുടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ഒരു അനുഭാവി പ്രവർത്തകരാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് തീർച്ചയായും മതപരമായ ഒരു കാര്യത്തിന് ഈ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കാനും അത് നിലനിർത്താനും ശ്രമിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്തയുടെ ഏതെങ്കിലും ഒരു പോഷക ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു യോഗം ചേർന്നിട്ടില്ല, ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. എന്നാൽ ഈ പ്രദേശത്തുള്ള പ്രത്യേകിച്ചും ഈ ഡിവിഷൻ പരിധിയിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കിടയിൽ ഇങ്ങനൊരു അവ്യക്തതയുണ്ടായപ്പോൾ ഏതാനും ചില പ്രവർത്തകർ ഇത് ഒത്തുകൂടാൻ സൗകര്യപ്പെടുന്ന കരുവാരകുണ്ട് ഡിവിഷനായതുകൊണ്ട് നജാത്തിന്റെ ഒരു ഓഫീസിൽ ഇവിടെ പരിസരത്തുള്ള തുവൂർ പഞ്ചായത്തിലെയും കരുവാരകുണ്ട് പഞ്ചായത്തിലെയും കാളിയാവ് പഞ്ചായത്തിലെയും നേതൃതലത്തിലുള്ള കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി ഈ കാര്യത്തെ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ആലോചിച്ചു. പ്രത്യേകിച്ചും എന്റെ വളരെ അടുത്ത സുഹൃത്തായ മേലാക്കം ഖാദിയുടെ മകനായ TP സലീമിന്റെ അനുജനായ അഷ്റഫ് അലിയെ ഒന്ന് തിരുത്തിയാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശരീഅത്ത് വിവാദ കാലത്ത് ഈ സമുദായത്തിന് വേണ്ടി ശക്തമായി പാർലമെന്റിൽ നിലകൊണ്ട ഒരു പാർട്ടിയാണ്. മാത്രമല്ല ഒരു ആത്മബന്ധം പലപ്പോഴും മുസ്ലിം ലീഗ് പ്രസ്ഥാനവുമായിട്ട് സമസ്തയുടെ നേതാക്കൾക്ക് അത് ഒരു പൊതുവെ മുസ്ലിം സമുദായം കൂടുതൽ ഉള്ള ഒരു പാർട്ടി എന്ന രീതിയിലും പ്രത്യേകിച്ചും ഒരു നല്ല സമീപനത്തിലും പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ ഒരു കാര്യം കൊണ്ട് ഒരിക്കലും വഷളാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തീർത്തും ഗുണകാംക്ഷയോടുകൂടെ ഏതാനും പ്രവർത്തകർ ദാറുൻ നജാത്തിന്റെ ഒരു റൂമിൽ അവിടെ ഒരുമിച്ച് കൂടുകയും എന്തു ചെയ്യണമെന്നതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പൊ പറഞ്ഞു, എല്ലാവരും കൂടി ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ട, കൂട്ടത്തിൽ ഒരു 4-5 പേരെ നമുക്ക് ചുമതലപ്പെടുത്തിയിട്ട് തീർച്ചയായിട്ടും ഇതിനൊരു തിരുത്തും ഒരു നല്ല സമീപനം ഭാവിയാണ് ആവശ്യം എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ 5 ആളുകളെ ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ്, ബഹുമാനപ്പെട്ട പുത്തനഴി മൊയ്തീൻ ഫൈലി, പിന്നെ താലൂക്ക് ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം, അതേപോലെ SOSന്റെ ഉപാധ്യക്ഷനാണ് ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ്, SOSന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്. അതേപോലെ തന്നെ ഈ രംഗത്ത് തീർച്ചയായിട്ടും 2 മുഖത്തിൽ ഇടപെടുന്ന ഒരാളെന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ സലാം ഫൈലി ഇരിങ്ങാട്ടിയും ഈ വിനീതനടക്കുന്ന 5 ആളുകളെ ആ യോഗം ചുമതലപ്പെടുത്തി ഇവരോടൊന്ന് ചർച്ച ചെയ്തിട്ട് പ്രത്യേകിച്ചും വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേകിച്ചും ഇത് പറയുന്ന ഏറെ പ്രസക്തമായ ഒരു സമയത്താണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ത്വലാഖ് വിവാദം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഫാസിസത്തിന്റെ കടന്നാക്രമണം വിശുദ്ധ ദീനിന്റെയും ശരീഅത്തിന്റെയും മേലെ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ത്വലാഖ് ഇസ്ലാമിക ശരീഅത്ത് അനുവദിച്ച ഒരു സംവിധാനമാണ്. ഇത് തീർച്ചയായും എല്ലാവരും തലാഖ് ചെല്ലണമെന്ന് സമസ്ത പറയുന്നില്ല. അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശറഅ അനുവദിച്ച രീതി ത്വലാഖ് ചെല്ലാൻ ഇന്ത്യന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതൊരിക്കലും നഷ്ടപ്പെടരുത് എന്ന് സമസ്തയും പൊതുപ്രവർത്തകരും ആഗ്രഹിക്കുകയാണ്. എന്ന പോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ കെട്ടിക്കണം എന്ന് ഒരിക്കലും സമസ്തയുടെ ആലിമീങ്ങളോ അതിന്റെ പ്രവർത്തകരോ പറഞ്ഞില്ല. പക്ഷെ അനിവാര്യമായൊരു സമയത്ത് ശറഅ അനുവദിച്ച ഇന്ത്യയുടെ ഭരണഘടനയും നിയമ സംവിധാനങ്ങളും അംഗീകരിച്ച ഒരു കാര്യത്തിന് വിലക്ക് ഉണ്ടാവരുത് എന്ന് കേരളത്തിലെ മുസ്ലിം
മുസ്ലിം ബഹുജന സംഘടനകളെല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ട് ആവശ്യപ്പെടുമ്പോൾ അതിനെതിരെ ഫസിൽ ഗഫൂറിനെ പോലെ അപശബ്ദമുയർത്താൻ എം എൻ കാരശ്ശേരിയെ പോലെ അതിന് അപശബ്ദമുയർത്താൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടാവരുത് എന്നുള്ള വളരെ സ്നേഹബുദ്ധിയുള്ള ഗുണകാംക്ഷ മാത്രമാണ് ആ ആലോചനയുടെ പിന്നിലുണ്ടായത്. എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു. ഞങ്ങൾ 5 പേർ അത് വിഷയത്തെ കുറിച്ച് കൂടി. അങ്ങനെ മണ്ഡല മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായ പി ഖാലിദ് മാഷയും ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായ പി അബ്ദുൽ ഹമീദ് മാഷയും വിളിച്ചിട്ട് ഈ കാര്യം ഒന്ന് ധരിപ്പിച്ചു. ചെറിയൊരു വിഷയം ഇവിടെ ഉണ്ട്, പ്രവർത്തകർക്കിടയിൽ ഒരു അസ്വസ്ഥതയുണ്ട്, അത് പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യണം. ബഹുമാനപ്പെട്ട ഖാലിദ് മാഷ് അപ്പം തന്നെ പറഞ്ഞു, ടി.പി. അഷ്റഫ് അലിയെ ഞാൻ നിങ്ങൾക്ക് വിളിപ്പിക്കാം, നിങ്ങളോട് ബന്ധപ്പെടുത്താം. അങ്ങനെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം ടി.പി. അഷ്റഫ് അലിയും ഞങ്ങളും ഏകദേശം 1 മണിക്കൂറോളം ഇരുന്ന് ആലോചിക്കുകയും അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ സ്നേഹത്തോടുകൂടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മോനെ ഇന്ന് നീ ജില്ലാ ഡിവിഷൻ മെമ്പറാണ്, നാളെ ഒരുപക്ഷെ MLA ആവണം, മറ്റന്നാ മന്ത്രിയാവണം, MP ആവണം എന്ന് ആഗ്രഹിക്കുന്ന വളരെ നിന്റെ സ്നേഹത്തോടുകൂടെ നിന്നെ സ്നേഹിക്കുന്നവരാ ഞങ്ങൾ. അതുകൊണ്ട് ഈ കാര്യത്തിൽ സമുദായത്തിന്റെ പൊതുസമൂഹത്തിന് ഏറ്റ ഈ ആഘാതത്തിൽ ഒരു പരിഹാരം കാണണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇത് കാരണം എന്റെ മാത്രം ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഞാൻ ലേഖനം എഴുതിയതല്ല. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ആലോചിക്കണം, ഞാൻ നാളെ വിവരം പറയാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വിളി കാത്തു. ആര് ബന്ധപ്പെടുമെന്ന് യോഗം ആലോചിച്ചപ്പോൾ ഈ വിനീതനെ ചുമതലപ്പെടുത്തി. കാരണം എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ടി.പി. അഷ്റഫ് അലി, അതുകൊണ്ട് ബന്ധപ്പെടാൻ ചുമതലപ്പെടുത്തി. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം വിളിക്കാതെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഖാലിദ് മാഷോട് ഈ കാര്യം പറഞ്ഞു. അങ്ങനെ അവന് താല്പര്യമില്ല, നമ്മൾ ഇടപെടേണ്ടില്ലെങ്കിൽ നമുക്കത് വിട്ടേക്കാം. അതിൽ ഖാലിദ് മാഷ് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറ്റില്ല, ഞാൻ അവനെ നിങ്ങളെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നെ വിളിക്കുകയും അങ്ങനെ പിറ്റേ ദിവസം ഈ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇത് വഴിവിട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അവസാനം പിറ്റേ ദിവസം മാധ്യമ പത്രത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. നമ്മളൊന്നും അറിയാതെ വാസ്തവത്തിൽ ഇങ്ങനെ പാർട്ടിയിലും അതേപോലെ തന്നെ സമസ്തയിലും മുറുമുറുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നു. അപ്പോഴും നമ്മൾ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കൗണ്ട് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ചാൻസാണ്. കാരണം ഈ സമുദായത്തിന്റെ, തീർച്ചയായും പൊതുസമൂഹത്തിന്റെ, രാജ്യം അംഗീകരിക്കുന്ന നിയമ സംവിധാനത്തിന്റെ പിന്നിൽ ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കിട്ടുന്ന ഒരു അവസരമാണ്, ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് ടി.പി. അഷ്റഫ് അലിയെ വിളിച്ച് ഈ കാര്യം ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിന് ഒരു 3ാമത്തെ യോഗം, അതിന്റെ പേരിൽ യോഗം എന്ന് പറഞ്ഞുകൂടാ, ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ 4-5 പേര് അതിന്റെ വിളിച്ചു ചേർത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. നമ്മൾ ആ കാര്യത്തിൽ ആലോചിച്ചത്, ഇനി അവനോട് ഈ കാര്യം നമുക്ക് പറയാം, അവന് ജയിക്കണമെന്നുണ്ട്, അതല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. അതല്ലാതെ നമുക്ക് ആർക്കെങ്കിലും വോട്ട് ചെയ്യണമെന്നോ ചെയ്യണ്ട എന്ന് പറയാനല്ല. നമ്മൾ സ്നേഹമുള്ള, നമ്മുടെ അടുത്തിടപഴകുന്ന ആളുകൾ ഈ കാര്യം നമ്മോടൊരു തീരുമാനം ചോദിക്കുന്ന സമയത്ത് സ്നേഹപൂർവ്വം ആ കാര്യത്തിനൊരു തീരുമാനം, നമുക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന ആലോചനയിൽ മുന്നോട്ട് പോയി. അവസാനം പിറ്റേ ദിവസം ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അമീദ് മാഷ് ഇടപെട്ടുകൊണ്ട് ഒരു പത്രസമ്മേളനം അദ്ദേഹം നടത്തി. പക്ഷെ അതിലും ഈ വിവാദ വിഷയത്തെക്കുറിച്ച് മിണ്ടിയില്ല, ഒന്നും പരാമർശിച്ചില്ല. അപ്പോൾ നമ്മുടെ പ്രവർത്തകർക്ക് അസ്വസ്ഥതയുണ്ടായി. അങ്ങനെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, മുൻ മണ്ഡല മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കൂടിയായ അലവി സാഹിബിന്റെയും അതേപോലെ തന്നെ NK അബ്ദുറഹ്മാൻ സാഹിബ്, കരുവാരണ്ട് മുസ്ലിം ലീഗിന്റെ നേതാവായ NK അബ്ദുറഹ്മാൻ സാഹിബിന്റെയും വീട്ടിൽ അദ്ദേഹത്തിന്റെ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ, മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചേർന്നു. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ അവൻ തയ്യാറാക്കാത്ത സ്ഥിതിക്ക് നമുക്ക് വിധിക്ക് വിടാം. എങ്ങനെയാണ് NK അബ്ദുറഹ്മാൻ സാഹിബിന്റെ വാക്ക് പറഞ്ഞാൽ നമുക്ക് വിധിക്ക് വിടാം, ആളുകൾ യുക്തം പോലെ ചെയ്യട്ടെ, നമ്മൾ ആ കാര്യത്തിൽ അങ്ങനെ ഇടപെടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തി. ഞങ്ങൾ പിരിഞ്ഞപ്പോഴാണ് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലിയെ വിളിച്ചുകൊണ്ട്, വാക്കോട് ഉസ്താദിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കാര്യത്തിൽ നിങ്ങളൊരു പരിഹാരം ഉണ്ടാക്കി, എന്തെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധപ്പെട്ടവർക്കിടയിൽ നമ്മുടെ അസ്വസ്ഥതയുണ്ടാവരുത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഞാൻ ടി.പി. സലീമിനെ, അഥവാ ടി.പി. അഷ്റഫ് അലിയുടെ ജേട്ടൻ സലീമിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞുവിടാം, എന്നിട്ട് അവരും കൂടെ ഇരുന്നിട്ട് നിങ്ങളൊരു ഫോർമുല തയ്യാറാക്കി. അപ്പൊ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കൂ. അപ്പൊ ബഹുമാനപ്പെട്ട തങ്ങൾ അവർ അമീർ പൈസയോടെ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കും, ഞാൻ നടപടിയെടുക്കും, ഞാൻ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടായിക്കോളാം, ഞാൻ ലൈനിലുണ്ടാകും, നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൂടി ആലോചിച്ചു. അവരോട് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മോനെ, നിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കണ്ട, എന്നാൽ സമുദായത്തിന് ഒരു പോറലും ഏൽക്കരുത്. പ്രത്യേകിച്ചും ശരീരത്ത് ഒരുപാട് ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ്. എന്നേരം പറഞ്ഞല്ലോ, തൊലാഖ് വിവാദം കൊടുമ്പിരി ാണ് അതിലേക്ക് നീങ്ങുന്നൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ശരീഅത്ത് വിരുദ്ധമായ ഒരു സമീപനം, ഒരു ശരീഅത്ത് വിരുദ്ധമായ സമീപനം കൊണ്ട് ഒരു നേതാവും കടന്നു വരാൻ പാടില്ല. അത് സ്നേഹത്തോടെ പറയുകയാണ്. ഇത് പറഞ്ഞപ്പോൾ തീർച്ചയായും ഞങ്ങൾ 3 ഫോർമുല വെച്ചു. ഒന്ന്, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുക, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ലേഖനം എഴുതിയിട്ട് ഇതിനൊരു തിരുത്തു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വ്യക്തമായി ഇതിൽ വ്യക്തമായിക്കൊണ്ട് കൊടുക്കുക. ഇനി അതുമല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു എഴുത്ത് നൽകിയിട്ട് ഉസ്താദുമാർക്ക് നൽകുക. ഇലക്ഷന് ശേഷം ഇതിനൊരു നിലപാട് വ്യക്തമാക്കിയാൽ തീർച്ചയായിട്ടും നിന്നെക്കുറിച്ചുള്ള
ഉസ്താദിനോടുള്ള ഈ വിരോധം മോശമായ സമീപനം എനിക്ക് പരിഹരിക്കാനാകുമെന്ന് വളരെ ഗുണകാംക്ഷയോടെ സ്നേഹത്തോടുകൂടെ കാര്യം ഓർമ്മപ്പെടുത്തിയപ്പോൾ അതിനും അദ്ദേഹം തയ്യാറായില്ല. അവസാനം തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഇലക്ഷന്റെ 3-ാമത്തെ ദിവസം 2 ദിവസം മുമ്പ് ഞങ്ങളൊരു യോഗം ചേരുകയും അതിൽ ബഹുമാനപ്പെട്ട പുത്തനി ഉസ്താദ് പങ്കെടുത്തിട്ടുണ്ട്, വാക്കോട് ഉസ്താദ് പങ്കെടുത്തിട്ടുണ്ട്, അബ്ദുൽ ഹമീദ് ഫൈസി പങ്കെടുത്തിട്ടുണ്ട്, മണ്ഡലം മുസ്ലിം ലീഗിന്റെ മുൻ പ്രസിഡന്റ് ഇന്ന് കരുവാരകുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ മലവി സാഹിബ് പങ്കെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ എനിക്ക് അബ്ദുറഹ്മാൻ സാഹിബ് പങ്കെടുത്തിട്ടുണ്ട്, ഈ വിനീതനും അബ്ദുസലാം ഫൈലിയും, അതേപോലെ തന്നെ സലീം എടക്കര എന്ന് പറഞ്ഞിട്ട് EP അഷ്റഫ് അലിയുടെ ജേട്ടൻ സലീമും, അതേപോലെ തന്നെ നൂർ ഫൈസിയും കരീം ബാക്കവിയും കൂടെ പങ്കെടുത്ത 9 ആളുകൾ ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ധാരണയിലെത്തി അവന് ഉസ്താദുമാർക്ക് ഒരു എഴുത്തു കൊടുക്കാം. ശരീഅത്ത് വിരുദ്ധമായ സമീപനങ്ങൾക്ക് പ്രത്യേകിച്ച് വിവാഹപ്രായ വിഷയത്തിൽ വന്ന അബദ്ധം തിരുത്തുന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു കുറിപ്പ് കത്ത് തയ്യാറാക്കിയിട്ട് അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ കൃത്യമായി ഞങ്ങൾ തയ്യാറാക്കി. അദ്ദേഹം ജേട്ടൻ സലീമാണ് ആ കത്തെഴുതി തയ്യാറാക്കിയത്, ഫോർമുല തയ്യാറാക്കി. അതിന്റെ താഴെ 9 പേര് ഒപ്പിട്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അത് കേൾപ്പിച്ചു, തങ്ങൾ അംഗീകാരം നൽകി. അതേപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഹമീദ് മാഷ് അത് കേൾപ്പിച്ചു. ഹമീദ് മാഷും തിരക്കടില്ല എന്ന് പറഞ്ഞു. EP അഷ്റഫ് അലി അത് കേൾപ്പിച്ചു. അതിനും തയ്യാറായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വലിയ സന്തോഷത്തോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട അടുത്ത പ്രവർത്തകരോട്, ഒരു ഇലക്ഷൻ വർക്കല്ലല്ലോ, ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ് വളരെ വോയിസ് മെസ്സേജ് അയച്ചു. വാട്സപ്പിൽ ഓൺ ചെയ്തുകൊണ്ട് എന്റെ ഫോണിലൂടെയാണ് വോയിസ് മെസ്സേജ് അയച്ചത്. നമ്മൾ EP അഷ്റഫ് അലിയുമായി ബന്ധപ്പെട്ട ശരീഅത്ത് വിരുദ്ധ പരാമർശം, നമ്മുടെ രാഷ്ട്രീയം പറയല്ല, ഇതിന്റെ പേരിൽ തർക്കവും വിവാദവും ഉണ്ടാവരുത്. കാരണം അത് ഒരിക്കലും ശരിയല്ല. അത് അദ്ദേഹം തിരുത്താൻ തയ്യാറായിട്ടുണ്ട്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എഴുത്തു കൊടുത്ത് വിട്ടതോടുകൂടെ നമ്മൾ ആ പ്രശ്നം തീർത്തതായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ തീരുമാനിച്ച അദ്ദേഹത്തിന്റെ ലെറ്റർപേഡിൽ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ട് കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിറ്റേ ദിവസം ഉസ്താദ്മാർ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലിയെ വിളിച്ചുകൊണ്ട് നഖശികാന്തം വളരെ മോശമായ രീതിയിൽ ചീത്ത പറയുകയും എന്ത് കത്താണോ ഈ കിട്ടിയിരിക്കുന്നത്, അപ്പൊ ലെറ്റർ പേഡിന്റെ ഹെഡ് കീറിയിട്ട് പിന്നെ വളരെ ശരിക്കും ഒരു ഔചിത്യമില്ലാത്ത ഒരു കത്ത് ഈ പറഞ്ഞ വിഷയത്തിൽ കൃത്യമായ ഒരു വ്യക്തതയില്ലാതെ കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദന്മാര് ഹമീദ് ഫൈസിയെ ചീത്ത പറഞ്ഞപ്പോ പിറ്റേ ദിവസം ഒരു യോഗം വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദിൽ പങ്കെടുത്തിട്ടുണ്ട്, ഹമീദ് ഫൈസയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പങ്കെടുക്കാതിരുന്നത് എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ കൂറ്റമ്പാറ വാർഡ് നമ്പർ 1 പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് സേവനം ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സലാം ഫൈസ് പങ്കെടുക്കാതിരുന്നത് അന്ന് ഒരു ഹജ്ജ് ക്ലാസ് ഉണ്ടായിരുന്നു. ആ ഒരു 8 വിഷയങ്ങളെ കൊണ്ട് അതെ. അതേപോലെ തന്നെ ഈ കത്ത് തയ്യാറാക്കിയ കത്ത് അവിടെ കിട്ടിയില്ല. നേരെ മറിച്ച് പകരം അദ്ദേഹം കുത്തിക്കുറിച്ച ഒരു കുറിപ്പ് മാത്രമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്മാരുടെ അടുത്ത് കിട്ടിയത്. ഈ വിവരം 50 ഇത് ഞങ്ങൾ കൊടുത്ത കത്തോ ഫോർമുലയോ അവനൊരു നയംമാറ്റം ഉണ്ടായിട്ടില്ല. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് 50ഓളം വരുന്ന പ്രവർത്തകരെ കരുവാരക്കുണ്ടിൽ വിളിച്ചു ചേർത്തിട്ട് യോഗം ചേർത്തത്. പക്ഷെ ഇത് ഈ വണ്ണമാണ് മനസ്സിലാകണ്ട്. അതിന് വളം വെച്ചു കൊടുത്തത് തീർച്ചയായിട്ടും സാക്ഷാൽ കാന്തപുരം വിഭാഗത്തിന്റെ 1ാം തര പ്രവർത്തകനായ സുഹൈൽ സക്കാഫി എന്ന് പറഞ്ഞ പൂങ്ങോട്ടുകാരനായ മീഡിയ വണ്യ റിപ്പോർട്ടറാണ്. EP അഷ്റഫ് അലിക്കെതിരെ യോഗം, അതല്ലെങ്കിൽ വോട്ട് EP അഷ്റഫിയെ തോപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് സ്ക്രോള് പോയപ്പോ അഭിമന്യരായ നമ്മുടെ നേതാക്കന്മാരും പ്രത്യേകിച്ചും 24 മണിക്കൂറിലാണ് നിൽക്കുന്നത്. ഇലക്ഷനോട് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഒറ്റയടിക്ക് അതിന് തീരുമാനം കൊടുക്കേണ്ടി വന്നു അവർക്ക്. പക്ഷേ അത് അബദ്ധമായിരുന്നു, അതല്ലെങ്കിൽ അത് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയ തുടർന്ന് 4 ദിവസം കൊണ്ട് സമസ്തയെടുത്തൊരു തീരുമാനം പിന്നീട് തിരുത്തി അതിന്റെ കൃത്യമായൊരു വ്യക്തമായൊരു തീരുമാനം പിന്നീട് അറിയിക്കുന്നത് സമസ്തയുടെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ അവർ സൂക്ഷ്മമായി അതിനെക്കുറിച്ച് പഠിക്കുകയും സസ്പെൻഷൻ എന്ന് പറഞ്ഞ ശിക്ഷാ നടപടിയല്ലല്ലോ, അതൊരു വിലയിരുത്താനുള്ള കാലമാണ്. അത് സസ്പെൻഷൻ 4 ദിവസ സമയത്തിന് ശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിനെതിരെ എടുത്ത നടപടി പിൻവലിക്കുകയും വളരെ സന്തോഷത്തോടുകൂടെ നല്ല രീതിയിൽ നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങളോടും അതേപോലെ തന്നെ കേരളക്കരയിലുള്ള പൊതുസമൂഹത്തോട്, അത് നമുക്കറിയാം, വ്യക്തികൾക്ക് പാർട്ടിയാവാം, പക്ഷേ സംഘടന ഒരു ഇന്ന് ഉപയോഗം ചെയ്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരടി മുന്നോട്ട് പോയിട്ടില്ല. വളരെ സ്നേഹത്തോടുകൂടെ ഈ സദസ്സിന് മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധപ്പെടുത്താനുള്ളത്, ആ 50ഓളം ആളുകളെ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ അവസാനത്തിൽ ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ് ആ സദസ്സിനെ വിളിച്ചു പറഞ്ഞത്, ഇവിടെ ആരെങ്കിലും തോപ്പിക്കാനോ ആരെങ്കിലും ജയിപ്പിക്കാനോ ഉള്ള യോഗമല്ല ഇത്, ആർക്ക് വോട്ട് ചെയ്യണമെന്നോ ചെയ്യണ്ടോ എന്ന പറയേണ്ട വേദിയല്ല ഇത്. പകരം നമ്മൾ വിചാരിച്ച ഒരു കാര്യം, നമ്മൾ കൊടുത്ത ഒരു കത്തല്ല ഉസ്താദുമാരുടെ അടുത്ത് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ വ്യക്തത വരുത്തണം എന്ന്. അതല്ലെങ്കിൽ ഇലക്ഷന് ശേഷം നിങ്ങൾ ഉസ്താദെ നേരത്തെ പറഞ്ഞിരുന്നില്ല, ഇവൻ നിലപാട് തിരുത്തിയിട്ടുണ്ട്. പക്ഷേ മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സങ്കടം ഉണ്ടായത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ എല്ലാവരെക്കാളേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, SSF പിരിച്ചുവിട്ട് SKSF രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന്
അതിനുവേണ്ടി അടി തന്നെയാണ്. തങ്ങളപ്പ 28 കൊല്ലമായി എന്നെ നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച ബഹുമാനപ്പെട്ട തങ്ങളവர்கள் പൂർണ്ണമായും അതിന് വിശദീകരണം കേൾക്കുകയും ആ നടപടി തീർച്ചയായിട്ടും പിൻവലിച്ചുകൊണ്ട് ഉചിതമായൊരു തീരുമാനമെടുത്ത് കൈക്കൊള്ളുകയാണ് ചെയ്തത്. അതല്ലാതെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ പ്രവർത്തകർക്കിടയിൽ തന്നെ എന്തെങ്കിലും അതിനെക്കുറിച്ചൊരു അവ്യക്തതയുണ്ടെങ്കിൽ തീർത്തും ഗുണകാംക്ഷയോടുകൂടെ അഭിമന്യരായ സാദാത്യങ്ങളെയും അഭിമന്യരായ പൊതുപ്രവർത്തകരെയും ആദരിച്ചും മാനിച്ചും പോകുന്ന, എന്നാൽ സംഘടനയുടെ ഒരു സംവിധാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്ന് വരെ ഒരു പാർട്ടി പ്രവർത്തനവും നമ്മളാരും നടത്തിയിട്ടില്ല, നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരിക്കലും പാടില്ലാത്തതുമാണ്. അത് വളരെ വിനയത്തോടുകൂടെ, പ്രത്യേകിച്ചും അതേ ഒരു നടപടിക്ക് വിധേയമായ ഒരാൾ എന്നുള്ള രീതിയിൽ അബ്ദുൽ ഹമീദ് ഫൈലി പറയുന്നതിലേറെ അതിൽ പങ്കെടുത്തൊരു വിനീത എന്നുള്ള രീതിയിൽ രണ്ടു രീതിയിൽ പിന്നെ പരിക്കേൽക്കരുത് എന്ന സ്നേഹത്തോടുകൂടെ വളരെ ഗുണകാംക്ഷയോടുകൂടെ ഇക്കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. അസ്സലാമു അലൈക്കും. ആദർശപരമായ ചോദ്യങ്ങൾ മാത്രമേ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. സമയം നിയമം പിന്നെ നമുക്ക് അനുകൂലമാകുന്ന അത്രയും ആരും ബേജാറാകണ്ട, ചോദിച്ചോട്ടെ. രാഷ്ട്രീയപരമായ ഒരു വിഷയത്തിൽ 4 ദിവസം കൊണ്ട് സംസ്ഥ നിലപാട് തിരുത്തി ഒരു ഖുർആന്റെ വിഷയത്തിൽ നിലപാട് തിരുത്താൻ സന്നദ്ധരല്ല ഒന്ന്. എന്റെ ചോദ്യം അതല്ല, ഞാൻ ചോദ്യം ആവർത്തിക്കാൻ പാടില്ല. എനിക്ക് സുപ്രഭാതം കലണ്ടറിൽ ഇപ്പൊ ഒരുപാട് സംസ്ഥയുടെ ഒരുപാട് കലണ്ടറുകളിൽ ഈ നെഹസുകൾ എന്ന കോളത്തിൽ ഒരുപാട് ദിവസങ്ങളെ ദുർദിനം എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നെഹസുകൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഉസ്താദ്മാർ വിശദീകരിക്കും. അങ്ങനെ ഒരുപാട് കലണ്ടറുകൾ കാണാം. ഇപ്പോൾ സുപ്രഭാതത്തിന്റെ ഈ 2016 കലണ്ടറിൽ ദുൽഹജ്ജ് 8, ദുൽഹജ്ജ് 8, അതുപോലെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഞാൻ പറയുന്നത് ദുൽഹജ്ജ് 8, ദുൽഹജ്ജ് 10. ദുൽഹജ്ജ് 10 പറഞ്ഞ ബലിപെരുന്നാളിന്റെ അന്ന് നെഹസുകൾ എന്നതിൽ, അതുപോലെ തന്നെ റമളാനിലെ 24. ഈ ദിവസങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ് അവസാനത്തെ 10. അതുപോലും നഹ്സുകളായി കൊടുത്തിട്ടുണ്ട്. ഇതിന് ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ ഇതിന് തെളിവുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ ചോദ്യം അപ്പോൾ അയാൾ മറ്റേക്ക് തോണ്ടാണ്. ഇവരുടെ ഒരു നിങ്ങൾ പറയുന്നത് ശരിക്കും കേൾക്കണം പ്ലീസ്. കുറച്ച് ക്ഷമ വേണം. പിന്നെങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ മിണ്ടിയിട്ട് കാര്യമില്ല, ആരും കേൾക്കുന്നില്ല. മറ്റേ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ഈ പരിപാടി കഴിയുമ്പോഴത്തേക്ക് ക്ഷമ എന്ന് പറഞ്ഞൊരു ഗുണം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും കേട്ടോ. പറയുന്നത് കേൾക്കാനുള്ളൊരു ക്ഷമ. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് അഭിപ്രായം പറയാം. പക്ഷെ നിങ്ങൾ കേൾക്കണം കേട്ടോ. അപ്പോ അദ്ദേഹം തുടങ്ങിയത് തന്നെ രാഷ്ട്രീയമായ വിഷയത്തിൽ തിരുത്താം, അഖീദയിൽ തിരുത്തിയില്ല എന്നാണ്. അഖീദയിൽ എന്താണെന്നുള്ളത് വളരെ അദ്ദേഹത്തിന്റെ 2 ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകിയതാണ്. അതിവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അംസ സാഹിബ് പറഞ്ഞത്, ഞങ്ങൾ ഉസ്താദ് ഈ മറുപടി പറയുമ്പോൾ നീ എന്തുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ മറ്റൊരു പുസ്തകം വായിക്കാൻ പോയി, അപ്പൊ നിന്റെ മനസ്സ് അത്രയും കേൾക്കാനുള്ള മനസ്സല്ലല്ലോ എന്നൊക്കെ ചോദിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. അവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ഇൻബ്രാക്കറ്റ് എന്നുള്ളത് ഒരു ഇഷാറത്ത് മാത്രമാണ്. അതല്ലാതെ അതൊരു കാമിലായ സെന്റൻസിന്റെ, ഒരു കംപ്ലീറ്റ് സെന്റൻസിന്റെ ഒരു ആശയമല്ലത്. ഈ പറഞ്ഞത് മുഴുവൻ 26ാമത്തെ ആയത്താകുന്നു എന്നൊരർത്ഥം ആ ഇൻബ്രാക്കറ്റിന് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ആരോപണം ദുരുപദിഷ്ടമാണ്. കേരളത്തിലുടനീളം നിങ്ങൾ നടത്തിയ ആ പ്രഖ്യാപനവും ആരോപണവും പിൻവലിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി ഉണർത്തുകയാണ്. ഇത് രണ്ടാമതായിട്ട് ഇദ്ദേഹം നെഹസിന്റെ കാര്യങ്ങൾ. നെഹസ് എന്ന് പറഞ്ഞ നെഹസായ ദിവസങ്ങൾ എന്നുള്ള പ്രയോഗം ഖുർആനിലുണ്ട്. ഈ അയ്യാമിൻ നെഹസാത്തിൻ, ദുർഗുണങ്ങളുള്ളതായ ദിവസങ്ങളിൽ. നെഹസിന്റെ അർത്ഥം നിങ്ങൾ തന്നെ അതാണ് അർത്ഥം വെച്ചത്. അപ്പൊ അയ്യാമുൻ നെഹസാത്ത്, നെഹസുള്ള ദിവസങ്ങൾ എന്നുള്ള പ്രയോഗം ഖുർആനിൽ ഉണ്ട്. അത് ഈ കലണ്ടറിലുള്ള ആ ദിവസത്തെ പറ്റിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. ചില ദിവസങ്ങൾ അത് നെഹസായിട്ട് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കിതാബു തിബ് എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കിതാബു തിബ് എന്ന് പറയുന്ന പ്രവാചക വൈദ്യത്തെ വിശദീകരിക്കുന്ന ഒരു അധ്യായമുണ്ട്. അത് ബുഖാരിയിൽ കാണാം, ഫത്ഹുൽ ബാരിയിൽ കാണാം,
അബൂദാവൂദിൽ കാണാം, പല കിതാബുകളിലും കാണാം. കിതാബു തിബ്, പ്രവാചക വൈദ്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. മാത്രമല്ല മുജാഹിദുകൾ തന്നെ അംഗീകരിക്കുന്ന അവരുടെ ആചാര്യനായി അവർ പരിചയപ്പെടുത്തുന്ന ഇബ്നുൽ ഖയ്യിമിന് സാദുൽ മആദ്, കിതാബു തിബ് പോലുള്ള ഈ വിഷയം പ്രതിപാദിക്കുന്ന, വിശദമായി പ്രതിപാദിക്കുന്ന സ്പെഷ്യൽ ഗ്രന്ഥങ്ങൾ തന്നെയുണ്ട്. എന്റെ ലാപ്ടോപ്പിൽ തന്നെ ഉള്ള 10,000 ചില്ലാനും കിതാബുകളില് കിതാബ് കുതുബു തിബ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കി നിങ്ങൾ സദസ്സിലേക്ക് നോക്കല്ലേ. കുതുബു തിബ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ സമാഹാരം തന്നെ നമ്മുടെയൊക്കെ ലാപ്ടോപ്പുകളിലും മക്തബുകളിലും നമുക്ക് ലഭ്യമാണ്. അതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, ഒരുപാട് ഹദീസുകളുണ്ട്. മാസത്തിൽ ഇന്നാലിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ കൊമ്പ് വെക്കരുത്, കാരണം ആ ദിവസം രക്തത്തിന്റെ ദിവസമാണ്. ഫഇന്നഹാ യൗമുദ്മിൻ, അത് രക്തത്തിന്റെ ദിവസമാണ്, അന്ന് നിങ്ങൾ കൊമ്പ് വെക്കരുത്. നിങ്ങൾ ഇന്നാലിന്റെ ദിവസം കൊമ്പ് വെച്ചാൽ മതി. ഈ ഹദീസ് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതിനെ ഹാഫിം ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലുള്ള ആളുകൾ അവരുടെ ഫത്ഹുൽ ബാരി പോലുള്ള കിതാബുകളിൽ അംഗീകരിച്ചതുമായ ഹദീസാണ്. അപ്പൊ അങ്ങനെയുള്ള ഹദീസിൽ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത്, ചില ദിവസങ്ങളിൽ ചില കുഴപ്പങ്ങളുണ്ട്, അന്ന് ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങൾ മുജാഹിദുകൾ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ദിവസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നൊന്നും നമ്മൾ ആദ്യമായിട്ട് പറയാൻ പറ്റൂല. എല്ലാ ദിവസവും ഒരുപോലെ നേരം വെച്ച് ഇന്നിപ്പോ ചൊവ്വാഴ്ചയാണ്, ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ, ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ, ഇതിങ്ങനെ കറങ്ങി പോകാന്നല്ലാതെ അവിടെ ഒരു എല്ലാ ദിവസവും നേരം വെളുത്ത് വൈകുന്നേരം ആവുന്നു, വൈകുന്നേരം വെളുത്ത് നേരം വെളുക്കുന്നു. എന്താ ഒരു മാറ്റം? എന്നാൽ റസൂൽ എന്ന് പറയുന്നത് ചില ദിവസങ്ങൾ നിങ്ങൾ കൊമ്പ് വെക്കരുത്, അന്നത്തെ ചികിത്സ കൊമ്പ് വെക്കലാണ്, അത് നിങ്ങൾ ചെയ്യരുത്, കാരണം അത് ദമിന്റെ ദിവസമാണ്, അന്ന് ചില ദോഷങ്ങളുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അബൂദാവൂദ് പോലുള്ള കിതാബുകളിൽ കിതാബു തിബ് എന്ന് പറയുന്ന അധ്യായത്തിൽ വിശദമായി ഉദ്ധരിച്ച നിരവധി ഹദീസുകളിൽ കണ്ടെത്താൻ കഴിയും. അപ്പൊ നിരുപാധികം രഹസ്യ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല എന്നൊരു വാദം ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാം എവിടെയെങ്കിലും ഒരിടത്ത് പറയണ്ടേ? അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഇസ്ലാം പറയണ്ടേ? മുജാഹിദിന്റെ വാദത്തിനൊരു തെളിവ് മുജാഹിദ് മുന്നിൽ വെക്കണ്ടേ? ഇല്ല, മുജാഹിദിന്റെ വാദത്തിന് തെളിവില്ല. മനസ്സിലായി? ഇനി കൊല്ലത്തിൽ ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ. കൊല്ലത്തിൽ ചില നിങ്ങൾ ഈ പറഞ്ഞ നമ്മൾ കലണ്ടറുകളിലൊക്കെ ഉള്ള ദിവസങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ദിവസങ്ങളെ നിങ്ങൾ കാത്തുകൊള്ളണേ, അന്ന് നിങ്ങളുടെ പ്രധാന പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളത് നിങ്ങളുടെ ദുന്യവിയായ ഉപകാരത്തിന്, ദുന്യവിയായ ഗുണങ്ങൾക്കത് ആവശ്യമാണ് എന്ന അർത്ഥത്തിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് സുന്നികൾ പറയുന്നത് നെഹസ് എന്ന് പറയുന്നത് ഒരു അനിസ്ലാമികമായ ഒരു നോട്ടല്ല, അത് നോട്ടാണ് എന്നുള്ളത് നിങ്ങൾ മുജാഹിദ് പറഞ്ഞാൽ പോരാ, മുജാഹിദിന് തെളിവുകൾ പറയണം. മുജാഹിദിന് എന്ത്, എവിടെ തെളിവുള്ളത്? ഏതെങ്കിലും ഒരു ഹദീസിന് തെളിവ് വേണ്ടേ? തെളിവ് എവിടെ? അപ്പൊ നിങ്ങൾക്ക് തെളിവ് വേണ്ട, ഞങ്ങൾക്ക് മാത്രം മതിയോ തെളിവ്? ആ പണിക്ക് ഞങ്ങളെ കിട്ടില്ല. തെളിവ് ഇങ്ങോട്ട് ചോദിക്കുമ്പോ 10 തെളിവ് അങ്ങോട്ട് ചോദിക്കും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഉലമാക്കൾ അതൊരു അനിസ്ലാമിക ആചാരമാണെന്ന് രേഖപ്പെടുത്താത്തത്. ഞാൻ ചോദിച്ചതെന്താ, ഈ ജനങ്ങൾക്ക് മനസ്സിലാക്കണില്ല, പണ്ഡിതന്മാരായ എന്നത് മനസ്സിലാക്കും. എന്റെ ചോദ്യം, ഞാൻ ചോദിച്ചത് ഒരുപാട് ഡേറ്റുകൾ, റമദാനിലെ 24ാമത്തെ ഡേറ്റ്, അതുപോലെ തന്നെ ദുൽഹജ്ജ് 8, ദുൽഹജ്ജ് 10 ബലിപെരുന്നാളിന്റെ അന്ന് നെഹ്സാണെന്ന് സുപ്രഭാതം കലണ്ടർ 2016 പോലും മർക്കസിന്റെ കലണ്ടറിലൊക്കെ ഉണ്ട്. ഈ സുപ്രഭാതം ഇങ്ങനെ പ്രതിനിധീകരിക്കുന്ന ഒരു കലണ്ടർ ആയതുകൊണ്ട് പറയുന്നത്, അതിലുണ്ട് ഈ ദുൽഹജ്ജ് 10, ഉദാഹരണത്തിന് ദുൽഹജ്ജ് 10 നെഹസാണ് എന്ന് ഖുർആനിലോ സുന്നത്തിലോ തെളിവുണ്ടോന്നാണ് ചോദിച്ചത്. മറ്റുള്ള വിഷയത്തിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആർക്കാ ഇപ്പൊ മമ്മൂട്ടിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്? മമ്മൂട്ടിക്ക് മോഹൻലാലിനൊന്നല്ലല്ലോ. ആരുടെ അഭിപ്രായ വ്യത്യാസം ഈ പറയുന്നത്? ഇയാളുടെ സംശയം എന്താ വെച്ചാല് ഈ റമദാൻ 24 എന്ന് പറയുമ്പോ അത് വലിയ സർഫുള്ള ദിവസമല്ലേ? റമദാൻ മാസമല്ലേ? റമദാൻ മാസം അഫ്ദലായ ദിവസവും അല്ലേ? ആ ദിവസത്തിൽ എങ്ങനെ നെഹസ് ഉണ്ടാവുക എന്നുള്ള ഇയാളെ യുക്തി കൊണ്ടുള്ളൊരു ചോദ്യം, കേവല യുക്തിവാദമാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് എന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചു. കാരണം നിങ്ങൾ പിന്നെ ഇങ്ങനെ കൈ വറക്കരുത്. നിങ്ങൾക്കൊരു വിറക്കണ രോഗമുണ്ട്, അത് നിങ്ങൾ മാറ്റണം. തൽക്കാലം വർക്കല്ലി. കാരണം ആളുകൾ വിചാരിക്കും നിങ്ങൾക്ക് അപസ്മാരത്തിന്റെ പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ വർക്കല്ലി.
അപ്പൊ എന്താന്ന് വെച്ചാല് നിങ്ങൾ കേൾക്കണം. എന്നാ അവിടെ മിണ്ടാതിരിക്കും. പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കി. ഞാൻ പറയുന്നത് ഒരു പക്ഷെ നിങ്ങൾക്ക് മറുപടി ആയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് മറുപടിയല്ല, അത് നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ പറയാം. അല്ലാതെ ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ വറക്കുന്നത് അവരാരും കാണുന്നില്ല. അപ്പോ നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലും ഈ വെപ്രാളവും ഈ ബേജാറുണ്ടല്ലോ, അത് ജനങ്ങൾ കാണുന്നില്ല. അത് ഞങ്ങൾ സ്റ്റേജിലുള്ള ആളുകളാണ്. അപ്പൊ നിങ്ങളൊന്ന് ശാന്തമായി പറയുന്നത് ക്ഷമയോടുകൂടി കേൾക്കാനുള്ള ഒരു തന്റെ ഇടവും പക്വതയും കാണിക്കും. അപ്പൊ നിങ്ങളുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, റമദാൻ 24 എന്ന് പറയുന്ന ദിവസം നെഹ്സാകുമ്പോൾ ആ നെഹ്സ് റമദാൻ ഒരു വലിയ പവിത്ര മാസമല്ലേ, ശറഫുള്ള ദിവസമല്ലേ, അത് തമ്മിൽ വൈരുദ്ധ്യമല്ലേ എന്നുള്ളൊരു സംശയം ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ വരുന്നൊരു സംശയമാണ്. ആ സംശയത്തിനാണ് ഞാൻ എന്റെ മറുപടിയിൽ അല്ലെങ്കിൽ എന്റെ നേരത്തെ വിശദീകരണത്തിൽ പറഞ്ഞു, നെഹ്സി എന്ന് പറയുന്നത് ഭൗതികമായ ഗുണങ്ങൾ അല്ലെങ്കിൽ ഭൗതികമായ നമ്മുടെ ഒരു പ്രവർത്തനത്തിൽ വരുന്ന ദോഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ടതാണ് നെഹ്സി എന്ന് പറയുന്നത്. അതേസമയത്ത് റമദാനിന്റെ ശറഫ് എന്ന് പറയുന്നത് കസ്റത്തു സവാബ് ഫിൽ ആഖിറ, ആഖിറത്തിലുള്ള പ്രതിഫലം മറ്റു ദിവസങ്ങളെക്കാളും മാസങ്ങളെക്കാളും കൂടും എന്ന അർത്ഥത്തിലാണ് റമദാനിന്റെ ശറഫ് എന്ന് പറയുന്നത്. അപ്പൊ റമദാനിന്റെ ശറഫും അതിനുള്ളൊരു ദിവസത്തിന്റെ നെഹ്സും തമ്മിൽ എന്തില്ല, വൈരുദ്ധ്യമില്ല. മനസ്സിലായോ? വൈരുദ്ധ്യം ഇല്ല എന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുന്നത്. നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ നെഹ്സിനെ സംബന്ധിച്ച് ഖുർആനിൽ പ്രതിപാദനം ഉണ്ടോ, നെഹ്സുകളെ സംബന്ധിച്ച് ഹദീസുകളിൽ പ്രതിപാദനം ഉണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആ ചോദ്യത്തിനാണ് ഞാൻ പറഞ്ഞത് അബൂദാവൂദ് പോലുള്ള കിതാബ് തിബ് എന്ന് പറയും. നിങ്ങളൊന്ന് കേൾക്കി സുഹൃത്തെ. അല്ല, ഞാൻ അത് നിങ്ങൾ പറയാം, അത് പറയാനുള്ള അവസരം നിങ്ങൾക്ക് തരും. ശാന്തമാകൂ പ്ലീസ്. അപ്പോ അബൂദാവൂദ് പോലുള്ള കിതാബുകളിൽ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട്. ഞാൻ വേണമെങ്കിൽ അത് എടുത്തു തരാം. എത്രയോ ഹദീസ് നമുക്ക് ഓതി കേൾപ്പിക്കാം. അപ്പോ എന്താണ്, അങ്ങനെയുള്ള ചില ദിവസങ്ങൾക്ക് നെഹ്സുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളീ പറഞ്ഞ ഈ ദിവസങ്ങൾ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ റമദാനിലെ 24, ദുൽഹിജ്ജയിലെ ഏതാണ് 10 അതിലുണ്ടോ, 10 ആ കലണ്ടറിലുണ്ടോ, ഉണ്ടോ? അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്റെ ഓർമ്മയിലില്ലാത്തതുകൊണ്ടാണ് ചോദിച്ചേട്ടോ. അപ്പോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഹദീസ് ഇമാം ദമീരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഹയാത്തുൽ ഹയവാനിൽ കുബ്ര എന്ന് പറയുന്ന ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അസ്സലാമു അലൈക്കും. അല്ലേ സുഹൃത്തേക്ക് പോകല്ലേ, നമ്മൾ ചോദ്യം കേട്ടിട്ട് പോകാം. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അഫ്ളലായ ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. നിസ്സാരമായ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച് ഉന്നയിക്കാണ്ട് ഒരു ആശയക്കുഴപ്പത്തിലാക്കല്ലേ വേണ്ടി. അഫ്ളലായ ചോദ്യം, അള്ളാഹുവിന്റെ റസൂലിനെ ശരിക്കും അംഗീകരിക്കണം. ഈ അംഗീകരിക്കണം എന്നുള്ള ഈ ആശയം എങ്ങനെയാണ് വരേണ്ടത്? ഖുർആൻ കിതാബായിട്ടാണോ നമ്മുടെ കയ്യിലേക്ക് അള്ളാഹ് തന്നത്? അതല്ല, ഖുർആനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിലേക്ക് ജിബ്രീൽ എന്ന മലക്കിനെ കൊണ്ട് പതിപ്പിച്ചു കൊടുത്തിട്ട് ഖുർആൻ ഒരു കിതാബായ രീതിയിൽ നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ വന്നത് നമ്മളെ മുൻഗാമികളായ ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അങ്ങനെ മുൻഗാമി സ്വഹാബത്ത് റസൂലിനെ വരെ എത്തും അവിടെ. ഇതാണ് ആ ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളൊരു വിവരമില്ലാത്ത ആളാണ്, നമ്മൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം, അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോ ഈ നിങ്ങൾ ബാങ്ക് ചോദിച്ചു പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ പറയാം? ഇതാണ് ചോദ്യത്തിന്റെ ഒരു നിങ്ങൾ ശ്രദ്ധ മാറ്റല്. അഫ്ളലായ ഒരു ചോദ്യം, അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചിട്ടാണ് നമ്മൾ ഖുർആൻ അംഗീകരിക്കുന്നത്. ഇവരെ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഖുർആന് നേരെ മുന്നിലാക്കി ഒരു ഇമാമായിട്ട് തന്നിക്കുന്നത് അള്ളാഹിന്റെ റസൂലിനെയാണ്. ബുദ്ധിമാൻ ചിന്തിക്കാറിയാം. പിന്നെ ഖുർആനിലുണ്ടോ റസൂലിനെ അംഗീകരിക്കുന്നുണ്ട്? ഇതിന് എന്താണ് മറുപടി കൊടുക്കുക ആ ഉസ്താദുമാരെ കൊടുക്കാൻ?
ചോദ്യം ആശയപരമായി ചോദ്യം ചോദിക്കുക. അയാളിപ്പോ മറ്റേയാൾക്ക് മറുപടി പറഞ്ഞതാണ്. എനിക്ക് ബഹുമാനപ്പെട്ട അമീദ് ബൈസ് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, രണ്ട് ചോദ്യങ്ങളാണ്. ഞാൻ KMCC, എൻ്റെ പേര് ഉനീസാണ്, സ്ഥലം വേലാറ്റൂര, ഇല്ലാത്ത കാര്യങ്ങളും അതിൽ ഉസ്താദിന് സമ്മതമാണെങ്കിൽ ചോദിക്കാം. സമ്മതമാണല്ലോ. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് വ്യാപകമായി പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ മഹാന്മാരോട് ഇടതേടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ്, മറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ KSRTC ബസ് പോകുന്നത് പോലെയാണ് എന്നുള്ള ഒരു ക്ലിപ്പ് വ്യാപകമായി ഫേസ്ബുക്കിലും മറ്റിലൊക്കെ വ്യാപകമായി പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതൊന്ന് വിശദീകരിക്കാൻ വലിയ സന്തോഷം. സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കരുവാരകുണ്ട് ഹുസൈൻ സലഫി ഒന്ന് പ്രസംഗിച്ചപ്പോഴും ഈ ആശയം പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നത് KSRTC ബസ്സിൽ പോകുന്നതിന് സമാനം, ഔലിയാക്കളോട് വിളിച്ച് പറയുന്നത് ബെൻസ് കാർ പോകുന്നതിന് സമാനം. അപ്പൊ മെച്ച അതാണെന്നുള്ളത് ഞാൻ പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. വാസ്തവ വിരുദ്ധമാണ് പറഞ്ഞത്. അത് ക്ലിപ്പ് സന്ദർഭത്തിൽ നിന്ന് മുറിച്ചെടുത്ത് പറയുകയാണെങ്കിൽ യഥാർത്ഥ ക്ലിപ്പ് ഇസാ ബുക്ക് സ്റ്റാൾ ആൻഡ് കാസറ്റ്സിൽ കിട്ടും, ഷിഫ ബുക്ക് സ്റ്റാളും കോഴിക്കോട് കിട്ടും. ഞാനൊരു വിഷയാവതരണം നടത്തി. എന്നോട് സംശയം ചോദിച്ചു, മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത് കേവലം അനുവദനീയം എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഒരു അനുവദിക്കപ്പെട്ട കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വിവാദം ഉണ്ടാക്കണത് മാറ്റി വെച്ചുകൂടെന്ന് ചോദിച്ചു. ഒരു ഉപകാരമില്ലല്ലോ കൊണ്ട് അനുവദിക്കപ്പെട്ട കാര്യങ്ങളുള്ളൂ. ഞാൻ പറഞ്ഞു, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ രണ്ട് തരമുണ്ട്. ഒന്ന് മുഫീദ്, മറ്റൊന്ന് ഗൈറു മുഫീദ്. അനുവദിക്കപ്പെട്ട കാര്യം കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടുന്ന തരം കാര്യമുണ്ട്, പ്രയോജനമില്ലാത്ത കാര്യമുണ്ട്. വയജൂസ് നെറുറു ഇല ഫർജിൽ ബഹീമത്തിൽ, മൃഗത്തിന്റെ ജനനേന്ദ്രിയത്തിലേക്ക് നോക്കൽ അനുവദനീയാണ്. അവിടെ ഒരു മഹത്വം കിട്ടാൻ പോണില്ല. എന്നാൽ വളരെ മഹത്വം കിട്ടുന്ന നല്ല നല്ല കാര്യങ്ങളുണ്ട്, ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ബിരിയാണി കഴിക്കുന്നതും സാധാ ചോറ് കഴിക്കുന്നതും ഒക്കെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സീഡിയിലേക്കാണ്. വെറും ചോറ് കഴിക്കലും അനുവദനീയാണ്, ബിരിയാണി കഴിക്കലും അനുവദനീയാണ്. പക്ഷെ ബിരിയാണിയാണ് മെച്ചം, നമ്മളൊക്കെ സമ്മതിക്കും. ഇതുപോലെ ഞാൻ പറഞ്ഞു, കോഴിക്കോട് എന്നാ പറഞ്ഞത്, തിരുവനന്തപുരത്തേക്ക് നോക്കിയാൽ KSRTC ബസ്സിൽ വേണമെങ്കിൽ പോകാം, ബെൻസ് കാറിൽ പോകാം. പക്ഷെ ബെൻസ് കാറിൽ പോയാൽ കൂടുതൽ നല്ലതാന്ന് നിങ്ങൾ പറയും. അപ്പൊ കേവലം അനുവദിക്കപ്പെട്ട കാര്യം അല്ലേ, അത് തള്ളിക്കളയേണ്ടതല്ലേ, അതിനെന്ത് ഗുണമെന്ന് ചോദ്യത്തിന് പ്രസക്തിയില്ല. അനുവദിക്കപ്പെട്ട കാര്യത്തിൽ നല്ലതും ഉണ്ട്, ഫലപ്രദമായതുണ്ട് എന്നതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. അത് നേരെ അടർത്തിയെടുത്തിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് KSRTC ബസ്സിൽ പോകുന്നത് പോലെയും ഈ മഹാത്മാക്കളോട് ചോദിക്കുന്നത് ബെൻസ് കാറിൽ പോകുന്നതിന് പോലെയുമാണ് ഞാൻ പറഞ്ഞു എന്ന് വാസ്തവ വിരുദ്ധമായ കള്ളപ്രചരണമാണ് നടത്തുന്നത്. ആ സീഡിയുടെ ഭാഗം പൂർണ്ണമായിട്ട് ആ ക്ലിപ്പുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ തെളിയിക്കാം. തീർച്ചയായും അത് വാസ്തവ വിരുദ്ധമാണെന്ന് ബോധ്യപ്പെടും. മുജാഹിദ് പ്രസ്ഥാനത്തിന് സമ്പൂർണ്ണമായി വിട്ടാൽ ആ കാര്യം ജനങ്ങളിൽ അവതരിപ്പിക്കാൻ സാധ്യമല്ല. വെറും തെറ്റിദ്ധരിപ്പിക്കലുകളാണെന്ന് സാന്ദർഭികമായി ചർച്ചയിൽ കൊടുക്കും. രണ്ടാമത്തെ കാര്യം, ഉസ്താദിനെ കുറിച്ച് കണ്ട് എല്ലായിടത്തും സുന്നത്ത് ജമാഅത്ത് വിശദീകരിക്കുന്ന ആളായതുകൊണ്ട് ചോദിക്കാണ്. നിങ്ങൾ 15 ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ളൊരു പ്രചാരണം വ്യാപകമായി പല പണ്ഡിതന്മാരുടെയിലും സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ഉന്നതന്മാരായ പണ്ഡിതന്മാരുടെയിലും ഈ ചോദ്യം അവശേഷിച്ച് നിൽക്കുകയാണ്. മധു സഭാഷനോട് ഞാൻ ചോദിച്ചു, അമീദ് പൈസയുടെ അടുത്ത് നിങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ടോ? അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞു, ഞാൻ അമീദ് പൈസ എന്ന് പറഞ്ഞ ആളെ ജീവനോടെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ മീഡിയ മണ്ണിൽ ഒരു ചെറിയൊരു നെതല് കണ്ടു എന്ന് പറഞ്ഞു. അപ്പം മനസ്സിലൊരു സമാധാനമായി. മറിച്ച് ഇവിടെ വ്യാപകമായി പല പണ്ഡിതന്മാരും സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു, ഉസ്താദ് 15 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ വിശദീകരണം എന്ന് പറയുകയാണെങ്കിൽ, ഈ ഇത്തരം ചോദ്യങ്ങൾ അധ്യക്ഷൻ പറഞ്ഞിരുന്നു നമുക്കിതിൽ കൊണ്ടുവരണ്ട, നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ. ഇപ്പൊ ചോദിച്ചാൽ ടോട്ടലി കൺഫ്യൂഷൻ വരുന്നുണ്ട്, അത് മറുപടി പറഞ്ഞേക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. അങ്ങനെ പ്രചരണം ഞാനും കേട്ടിട്ടുണ്ട്. ആദ്യത്തെ 3 ലക്ഷം മാർട്ടിൻ സുഭാഷിൽ നിന്ന് വാങ്ങിയത്, പിന്നെ 5 ലക്ഷമായി, 10 ലക്ഷമായി, 15 ലക്ഷമായി, ഇപ്പൊ 25 ലക്ഷക്കായി വരുന്ന ക്ലിപ്പുകളുണ്ട്. അപ്പോ
യഥാർത്ഥത്തിൽ ഈ മാത്യു സെബാസ്റ്റ്യൻ എന്നുള്ള വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല ഇലക്ഷന് മുമ്പ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ ഒരു അപാകതയുണ്ട്. ഈ മാത്യു സെബാസ്റ്റ്യൻ എന്നെ തീരെ കണ്ടിട്ടില്ല എന്നുള്ളത് ശരിയല്ല. ഒരു ഇലക്ഷൻ പീരീഡിൽ ഒരു കാലത്ത് ഒരു മുന്നറിയിപ്പില്ലാതെ നമ്മുടെ വയലിൽ ജ്വല്ലേഴ്സിന്റെ കാളികാവിലെ ഷിബീനെയും കൂട്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ അറിയും. എന്റെ വീട്ടിൽ നേരത്തെ രാവിലെ ഒന്ന് കാറ് വെച്ചു. വീട്ടിൽ വന്നു, ഞാൻ അങ്ങനെ ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സഹായം വേണം, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഒരു കാല് ചായയും കൊടുത്തു കുടിച്ചു. അദ്ദേഹം ഒരു 2-3-4 മിനിറ്റ് ഇങ്ങനെ സംസാരിച്ചു. വേറെ ഒന്നും അങ്ങോട്ടും കൂടി പറയാനല്ലോ, കാരണം നമ്മൾ പരിചയപ്പെടണം ആദ്യമായിട്ട്. തൊട്ട് മുമ്പിൽ CPM-ന്റെ വീട്ടുകാരാണുള്ളത്, മുസ്ലിം വീട്ടുകാരാണുള്ളത്. അവരൊക്കെ വീട്ടിലൊക്കെ ഇറങ്ങി നടന്ന് അവരോടൊക്കെ വോട്ട് ചോദിക്കാർക്ക്. അപ്പോൾ തന്നെ CPM-ന്റെ ആൾക്കാരൊക്കെ തിന്നു അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞ് നീ പോകണമെന്ന് വന്ന് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. ഇതാണ് മാത്യു സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. സഹായം എന്നോടാ ചോദിച്ചത്, മറിച്ച് തിരിച്ചല്ല. ഈ വിഷയത്തിൽ സ്വാഭാവികമായും അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്നതിൽ എന്റെ കണ്ടു. അത് ഇദ്ദേഹം മാത്രമല്ല, അതിനു മുമ്പ് നമ്മുടെ PV അൻവർ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഞാനുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്, സഹായം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സഹായം തരില്ല എന്ന് പറഞ്ഞില്ല, മാന്യമായി സ്വീകരിക്കാൻ സ്വാഭാവികം. MI ഷാനവാസ് ബന്ധപ്പെട്ടിരുന്നു, നമുക്ക് ഈ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ നിങ്ങൾ സഹായിക്കണം. ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രവർത്തകർ ചെറിയൊരു അനിഷ്ടമുണ്ട് നിങ്ങളോട്, അത് ക്ലിയർ ആക്കണം നല്ലായിരുന്നു. കാന്തപുരത്തോട് കുറച്ചൊരു കണക്ഷൻ കൂടുതലാണെന്നൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കാന്തപുരത്തോട് ബന്ധമുണ്ടായിരുന്നത് ശരിയാണ്, പക്ഷെ പുള്ളിക്കാരൻ ആ തലമുടി കൊണ്ടുവന്ന ശേഷം ഞാൻ തീരെ ബന്ധപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഈ നിലയിൽ സ്വാഭാവികമായി സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ ബന്ധപ്പെടാറുണ്ട്. പക്ഷെ ഈ മാത്യു സെബാസ്റ്റ്യനിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി 3 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും 15 ലക്ഷവും ഒക്കെ വാങ്ങി എന്ന് പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ പറയുന്നുണ്ട്. അതിന് ക്ലിപ്പുണ്ട്. ഇത് എന്ന് ക്ലിപ്പിന്റെ കാലഘട്ടമാണല്ലോ. നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണന്റെ ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്, തമ്പാനൂർ രവിന്റെ ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്, സരിതിന്റെ ക്ലിപ്പുകളെ പരമ്പരകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ മാത്യു സെബാസ്റ്റ്യന് കാശ് വാങ്ങുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു സംസാരത്തിന്റെ ഒരു വാക്കിന്റെ ഒരു ക്ലിപ്പെങ്കിലും മറക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഞാൻ അവർ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഞാൻ മാത്യു സെബാസ്റ്റ്യൻ മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അന്യായമായ ഒരു കാശ് പോലും ഞാൻ പറ്റിയിട്ടില്ല. ഞാൻ കരുവാരമുണ്ട് ദാറുനിജാത്തിന് വേണ്ടി 12 വർഷമായി ഗൾഫിൽ പോകുന്നുണ്ട്. ഗൾഫിൽ നിന്ന് പിരിക്കുമ്പോൾ കാശെടുക്കാൻ എളുപ്പം സാധിക്കും, പക്ഷെ ഞാൻ ഒരു ദൃഹം പോലും എടുത്തിട്ടില്ല. കോഴിക്കോട് ഇസ്ലാമിക സ്ഥാപിക്കുന്ന ഭൂമിയുമാകുന്നതുമായി ബന്ധപ്പെട്ട്, ഇസ്ലാംസിന്റെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗൾഫ് വരെകൾ നടത്തിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ അന്യായമായി മാത്യു സെബാസ്റ്റ്യന് മാത്രമല്ല ഒരിടത്തു നിന്നും ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല. അല്ലാഹു സാക്ഷിയാണ്. പറയുന്നവർ പറയട്ടെ, അതിനൊക്കെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് ഇസ്ലാമിക യൂണിവേഴ്സിറ്റിക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും എന്ന് സുഹൃത്തിനോട് തയ്യാറാണ്. അസ്സലാമു അലൈക്കും. ഞാൻ തൂർ പഞ്ചായത്തില് പാലക്കാട് താമസിക്കുന്ന ആളാണ്. പേര് മൊയ്തീൻകുട്ടി. ഞാൻ സംശയം ചോദിക്കാതെ പഠിക്കാൻ വേണ്ടിയാണ്, അതല്ല ചോദിക്കാൻ വേണ്ടിയല്ല, സംസ്ഥാന അംഗീകരിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചു, തെരീഖത്തിനെ പറ്റിയും എന്നാൽ തെബ്ലീഗ് ജമാഅത്തിനെ പറ്റി, അതുപോലെ ശേഖരൂരിനെ പറ്റി, അതുപോലെ ഖാദിയാനിസത്തിനെ പറ്റി. ഖാദിയാനിസം ഇസ്ലാമിന് പുറത്താണ് എന്നുള്ളത് സമസ്തയും അതുപോലെ സൗദി ഗ്രാൻഡ് മുഫ്തിയൊക്കെ അംഗീകരിച്ചൊരു സംഭവമാണ്. അപ്പോൾ അതിനെപ്പറ്റി അവരെല്ലാവരും ഇസ്ലാമിന് പുറത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ജമാഅത്ത്, തെബ്ലീഗ് ജമാഅത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെബ്ലീഗ് ജമാഅത്തിന് ഒത്തിരി സംശയം അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. തെബ്ലീഗ് ജമാഅത്ത് ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ പഠിക്കാൻ വേണ്ടിയാണ്. തെബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകത്തിൽ തെബ്ലീഗ് ജമാഅത്ത് പറയുന്നുണ്ട്, നിസ്കാരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ, ഈ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഓർക്കാൻ പോലും പാടില്ല. അത് ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു മൃഗത്തെ ചിന്തിക്കുക നല്ലതെന്ന് തെബ്ലീഗ് ജമാഅത്ത് പറയുന്നുണ്ട്. അത് ശരിയാണോ അല്ലേ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ നിസ്കാരം ശരിയായില്ല. അത് ഞാൻ സംശയം പഠിക്കാൻ വേണ്ടിയാണ്. അതിലൊരു വാദപ്രചോദനമല്ല. എന്നാൽ ഇന്ന് പണ്ഡിതന്മാർ വേദിയിലുണ്ട്, സംശയം എല്ലായിടത്തുണ്ട്. ഇതാണ് ഇത് ഒറിജിനലാണ്, ഫോട്ടോസ്റ്റാറ്റ് അല്ല. അല്ല നിങ്ങൾ ഇത് കളിക്കാം അവിടെ
ഞാനത് ചോദിക്കാൻ കാലത്ത് ആ ഗ്രന്ഥം ഞാൻ വായിച്ചാളാണ്. ഞാൻ സൗദി അറേബ്യയിൽ പിന്നെ ജമാഅത്തിന്റെ നമസ്കാരം വായിച്ചാണ്. ഇങ്ങനെ നമസ്കാരത്തിൽ അല്ല ഞാനത് അംഗീകരിക്കണമല്ല, ഞാൻ സംസ്ഥാനിക്കണമാണ്, ഞാൻ അംഗീകരിക്കണമല്ല. പക്ഷെ അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ പറഞ്ഞത് ശരിയാണോ? അല്ല പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ചെയ്താൽ നമസ്കാരം ശരിയാകുമെന്ന് പഠിക്കാൻ വേണ്ടിയാണല്ലോ. അതല്ല, ഫത്തുൽ മീൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ ചോദ്യത്തിന് ഫത്തുൽ മീൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാള് അയാളുടെ ചിന്ത നിസ്കാരവേളയിൽ സമ്പൂർണമായിട്ടോ ഭാഗികമായിട്ടോ അയാൾ എന്താണ് നിസ്കരിക്കുന്നത്, നിസ്കാരത്തിൽ എന്താണ് പറയുന്നത് എന്നതിൽ നിന്ന് അയാളെ ചിന്ത വ്യതിചലിച്ചിട്ട് മറ്റൊന്നിലേക്ക് പോയാൽ, നമ്മുടെ വീട്ടുകാര്യങ്ങളോ ജോലിക്കാര്യങ്ങളിലേക്കൊക്കെ പോയാലും നിസ്കാരം സഹീഹാകും എന്നാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. എന്നാൽ ഒരല്പഭാഗത്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പൂർണ്ണമായും ലയിച്ചിരിക്കണം. അപ്പൊ ചിന്ത മാറരുത്. കംപ്ലീറ്റ് ചിന്ത മാറിപ്പോയാൽ നിസ്കാരം സഹീഹാകൂല എന്നൊരു അഭിപ്രായം ഷാഫി മദ്ഹബിലുണ്ട്. അതുകൊണ്ട് പരമാവധി നമ്മൾ ആ അഭിപ്രായത്തെയും കൂടി മാനിച്ചുകൊണ്ട് നിസ്കാരത്തിൽ പൂർണ്ണ ഖുശൂഅ് പാലിക്കുവാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. കേൾക്കി. അതോടൊപ്പം തന്നെ ഇവിടെ നബിയെ ഓർക്കുന്ന കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറയുന്ന ആ ഭാഗമല്ല, അത് സലാത്താണ്. അങ്ങനത്തെ ഒരു പരാമർശം അവർ നടത്തിയിട്ടില്ല. അതേ സമയത്ത് നിസ്കാരത്തിൽ നബിയെ അഭിമുഖീകരിക്കുന്ന ഒരു രംഗമുണ്ട്, അത് അത്തഹിയാത്താണ്. അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നത് നബിയെ അഭിമുഖീകരിക്കുകയാണ്. ഈ അഭിമുഖീകരണത്തിൽ നബിയാകുന്ന ആ ഇമാം ഗസാലിയുടെ പ്രയോഗം ശഖ്സഹൂന വഅഹ്ദിർ ഫീ ഖൽബിക ശഖ്സഹുൽ കരീം. അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ നീ നിന്റെ മനസ്സിൽ നബിയുടെ ആ ആളിനെ തന്നെ, റസൂൽ എന്ന ആളിനെ തന്നെ നീ നിന്റെ മനസ്സിൽ ഹാജരാക്കിക്കൊള്ളുക. വൽ യസ്ദുഖ് അമലുക ഫീ അന്നഹു യബ്ലു ഇലൈഹി സലാമുക വയറുദ്ദു അലൈക അക്മല മിൻ സലാമിക. അഥവാ നീ ശരിക്ക് ഉറപ്പിച്ച് വിശ്വസിക്കണം, സത്യമായ പ്രതീക്ഷ പുലർത്തണം, നിന്റെ സലാം നബിയിലേക്ക് എത്തുമെന്ന്. ആ സലാമിനേക്കാൾ സമ്പൂർണമായ സലാം റസൂലുള്ള പ്രത്യഭിവാദം ചെയ്യും എന്നും നീ മനസ്സിൽ ഉറപ്പിച്ചുകൊള്ളട്ടെ എന്ന് ഇമാം ഗസാലി തങ്ങൾ പറയുന്നത്. അവിടെ അഹ്ദിർ ഫീ ഖൽബിക, നീ നിന്റെ ഖൽബിൽ ഹാദിറാക്കിക്കോന്ന ശഖ്സഹുൽ കരീം, ആ മഹാനായ നബി എന്ന ആളിനെ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നാൽ അത് ആദരവ് സമർപ്പിക്കലായതുകൊണ്ട് ശിർക്കാകും എന്നാണ് ആര് പറയുന്നത്? തബ്ലീഗിൽ പറഞ്ഞത്. അത് നമ്മൾ വിഷയാവതരണത്തിൽ പറഞ്ഞതുമാണ്. അത് വഹാബി വാദമാണ്, അത് സുന്നത്ത് ജമാഅത്തിനോട് നിരക്കാത്ത വാദം. അപ്പൊ അവരോട് പിന്നെന്താണ് നമസ്കാരം സഹിയാകുമെന്ന് എന്താ ചോദിച്ചു? ഞാൻ പറയും. അതായത് ഇപ്പൊ നമ്മള് രീതികൾ അവര് നമ്മള് നിസ്കാരം പറയുമ്പോൾ നമ്മൾ കാട്ടിലുള്ള റസൂലിനെ ചിന്തിക്കുന്നതിനെക്കാളും നല്ലത് കാട്ടിലൊരു മൃഗത്തെ ചിന്തിക്കണം എന്നുള്ള രീതിയാണ്. അപ്പൊ അത് നിങ്ങൾ മലയാളം വായിച്ചത് അതോ ഉറുദു വായിച്ചത്? മലയാളം. മലയാളം ഉറുദു നമ്മളെ കയ്യിലുള്ളത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ മരുന്നല്ല. ഇല്ലല്ലല്ല ആയിക്കോട്ടെ, അതൊന്നുമല്ല. അതാണ് ഞാൻ ആദ്യം വായിക്കാൻ പറഞ്ഞത്. അങ്ങനെയല്ല ഉള്ളത്. വെറുതെ ഞങ്ങൾ തെബിലിഗിൽ പറയാത്ത പറയുന്നു. ഇല്ല, അവര് പറഞ്ഞതാ 118 പേജിൽ പറയുന്നു. എന്താണ്? बिना के वसवसे अपनी बीवी की मुजामत का ख्याल बेहतर है और शेख या इसी जैसे और बुजुर्गों की तरफ ख्वाह जनाब रिसालत मआब ही हो अपनी हिम्मत को लगा देना. अपने കാട്ടിലെ മൃഗങ്ങളെന്നല്ല, സ്വന്തം കാള കഴുത എന്നവയുടെ പ്രതിബിംബത്തിൽ മുഴുകുന്നതിനേക്കാൾ ചീത്തയാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മലയാളത്തിൽ ഒരുപാട് തിരിമറികൾ അവർ നടത്തിയിട്ടുണ്ടാവും. അതിന്റെ ഒറിജിനൽ ഇങ്ങനെയാണ്. പിന്നെ
റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ റസൂലിനെ ഓർക്കാതൊക്കെ എങ്ങനെ? അതന്നെ നമുക്ക് കിതാബ് ഒന്നും നോക്കാതെ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരാൾ പറയുമ്പോൾ അയാളെ ഓർക്കാതെ വെക്കുക. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ വീടുകൊണ്ടുകളില്ല, എൻ്റെ അമ്മാനെ പറ്റി ഞാൻ പറയാൻ ഉമ്മാനെ ഇങ്ങനെ ഓർക്കാതെ വെക്കുക. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവണ്ടേ? വയസ്സിലതൊക്കെ ഉണ്ട്. വ്യഭിചരിക്കുകയാണെന്ന് ആലോചിക്കാം, ഭാര്യയിൽ സംയോഗത്തിൽ ഏർപ്പെടാമെന്ന് ആലോചിക്കാം, കാളയെ പറ്റിയും കൈതയെ പറ്റി ആലോചിക്കാം. പക്ഷെ മഹാന്മാരെ പറ്റി റസൂലിനെ പറ്റി ആലോചിക്കരുതേ പറയുന്നത്. ഇതെങ്ങനെ കഴിയ മനസ്സിനെ? പിന്നെ ഇവരൊക്കെ തന്നെ പറയണത് നമ്മൾ ഓതിനീന്റെ കാർത്ത ആലോചിച്ചിട്ട് ഓതണമെന്ന് അപ്പുറത്ത് എങ്കുറുമായി യുനാജിഹി നിസ്കരിക്കുന്ന ആള് അള്ളഹാനോട് മുനാജാത്ത് നടത്തുകയാണ്. അപ്പൊ എന്തൊക്കെ പറയണീ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കണം എന്ന് ഇപ്പുറത്ത് പറയും. ഇവനെങ്ങനത് ഉസ്താദ് നേരത്തെ പറയുണ്ടായി, ഉസ്താദ് കൂടലൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല വസ്ത്രം അണിഞ്ഞുകൊണ്ട് സ്ത്രീകള് മുഖവും കൈയും മറച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണമായും മറച്ചുകൊണ്ട് ഭാരത ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളെ കണ്ട ഉസ്താദ് മനസ്സിലാലോചിച്ചു, ഇവിടെ തങ്ങന്മാരെന്നില്ല, ഇവിടുത്തെ നല്ല ആൾക്കാർ ആരല്ലത്. ഉസ്താദോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ജിമ്മി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ് അവരുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഉസ്താദ് മാന്യമായിട്ട് വസ്ത്രം ഇസ്ലാമിക വേഷം എന്ന് പറഞ്ഞാൽ നിര്യാണി വരെ മിനിമം നിര്യാണിന്റെ മുകളിലേക്ക് കണങ്കാൽ വരെ സുന്നത്ത് നിര്യാണി വരെ മിനിമെങ്കിലും അനുഭവത്തിൽ ഉയർത്തിയെടുക്കണമെന്നാണ്. കണങ്കാൽ വരെ ഉയർത്തിയെടുത്ത ആൾക്ക് അത്രയും മനസ്സുള്ള നല്ല മനുഷ്യന്മാരെ അതുപോലെക്കുന്ന രീതിയിൽ ഒരു മോശപ്പെട്ട ആളെ നിലക്കാണ് സ്ഥാനാർത്ഥിയോടെ പറയുന്നത്. ഇസ്ലാമിക വേഷം എന്ന് പറഞ്ഞാൽ നിര്യാണിന്റെ മേലെ തുണി ഉയർത്തി കൊടുത്ത ആണുങ്ങളാണെങ്കിൽ മറക്കുമെന്നാണെങ്കിൽ വലുതാക്കാൻ അല്ലെങ്കിൽ മറക്കണമെങ്കിൽ മറക്കുകയും ചെയ്യാം. അത്തരം രീതിയിലുള്ള പിന്നെ അതുപോലെ വേറെ ചോദ്യം കൂടി നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട ആദർശപരമായ ഒരു വിഷയമാണ് ഇവിടെ. ഒന്ന് കഴിഞ്ഞോട്ടെ നിങ്ങൾ പരിചയപ്പെടുത്തിയ കുഴപ്പമില്ലല്ലോ. ഉസ്താന്റെ ഓർമ്മക്കുറവ് കൊണ്ടാണ് അവിടെ ഒരു പ്രാവശ്യം പരിചയപ്പെടുത്തിയതാണ്. എന്റെ പേര് നസീർ, മഞ്ഞപ്പെട്ടി താമസിക്കുന്ന ആളാണ്. മഞ്ഞപ്പെട്ടി ഞാൻ 7ാം ക്ലാസ് വരെ സിനിമ മദ്രസിൽ SKSF പഠിച്ചാണ്. മദ്രസ് പഠിച്ചാലോ നിങ്ങൾ ഏത് ആശയത്തെ പ്രതിനിധീകരിക്കുന്നു? ഉസ്താദ് പറഞ്ഞ ആശയത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ സ്വന്തം ആശയം പറയാൻ മടിയാണ്? അല്ല, എന്റെ ആശയം ഒറിജിനൽ സംസ്ഥ എല്ലാം നീ പറഞ്ഞ പോലെ ചാരത്തിന് വിളക്കത്തിൽ നിലവിളക്കിന്റെ മനസ്സിലായി. മുജാഹിദാണ് എന്ന് പറയാൻ അവർക്ക് ലജ്ജയാണ്. കാരണം ആ മാതിരിയാണ് അവസ്ഥാവിശേഷം. കാരണം യഥാർത്ഥത്തിൽ ഇവർ ഖുർആനും സുന്നത്തും സ്വന്തം ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഓരോ മസല മാറ്റി പറഞ്ഞ് ഇങ്ങനെ കാട് കയറിക്കുക. പണ്ടൊക്കെ നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന പറ്റിയതാണ് അറിയുന്നത്. പിന്നെ പറഞ്ഞു ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാമോ, പിന്നെ പറഞ്ഞു നിസ്കാരം തന്നെ അർത്ഥം പ്രാർത്ഥന ആണ്. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വേറെ നിസ്കാരം കേട്ടുന്നതിന് പ്രാർത്ഥന എന്നാണ്. പിന്നെ പറഞ്ഞു നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാണെങ്കിൽ തന്നെ കൈ ഉയർത്തുന്നതിനാ കൈ ഉയർത്താൻ തെളിവില്ല എന്നാണ്. ഇങ്ങനെ പറഞ്ഞ് കാട് കയറി പോകുന്ന കൂട്ടത്തിൽ മുജാഹിദ് അടിച്ച് പിരിയണ കൂട്ടത്തിൽ ഒരു കഷ്ണം സത്യം പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം പിളർന്നു പറഞ്ഞാൽ തെറ്റായിരിക്കും. ആ പിളർത്തുന്ന വാക്ക് നമ്മളോട് പ്രതിഷേധിക്കും. ശരിക്ക് പറഞ്ഞാല് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്ലാസ് താഴെ വീണ് ചിലപ്പോൾ പൊട്ടാറുണ്ട്. പൊട്ടച്ചിന്നറിയും വലിയ കഷ്ണം, ചെറിയ കഷ്ണം, ചില്ലറ കഷ്ണം ഇങ്ങനെ കിടക്കും. അങ്ങനത്തെ ക്ലാസ് പിന്നെ യോജിപ്പിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെന്താ ചെയ്യാച്ചാൽ ചൂലും ഉറവും കൊണ്ടുവരും. അതിങ്ങനെ അടിച്ചുവിട്ട് കൊണ്ടുവന്നിട്ട് വേസ്റ്റ് കുഴി കൊണ്ടുവരും. അതിനൊന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റൂ. ആ വിധത്തിലായി തീർന്നിട്ട് അങ്ങനെ ചിന്നിച്ചതിന് പോയ കൂട്ടത്തിൽ മുജാഹിദിന്റെ ഒരു കഷ്ണം ജിന്ന് ഗ്രൂപ്പ്, നമ്മൾ ജിന്ന് ഗ്രൂപ്പ് തന്നെ ഒരു വേറെ പേരിട്ടിട്ടില്ല, അവിശുദ്ധം എന്ന് പറയും ചിലപ്പോ. അല്ല, കൃത്യമായി പേരിടാത്തോണ്ട ജിന്ന് ഗ്രൂപ്പ് പേരിട്ടാൽ നമ്മൾ ആ പേരെ പറയുള്ളൂ. ആ ജിന്ന് ഗ്രൂപ്പിൽ ചില നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ സ്വാഗതാർഹമാണ്. ഒരു കാര്യം അപഹസിക്കുന്നില്ല, പരിഹസിക്കുന്നില്ല. അന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നീണ്ട 14 നൂറ്റാണ്ടുകാലം ഇതാണ് മുസ്ലിം സ്ത്രീയുടെ വേഷം, വളരെ കൃത്യമായി മാന്യമായി വസ്ത്രം ധരിക്കണം, ശരീരത്തിന്റെ ഒരു ഭാഗവും പ്രദർശിപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് സദ്വൃത്തരായ ആലിമീങ്ങളുടെയും സാദാത്തുകളുടെയും കുടുംബത്തിലെ സ്ത്രീകൾ ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോ അങ്ങനെയല്ല സ്ത്രീകൾ വേണ്ടത്. പരസ്യമായി രംഗത്തിറങ്ങും, പ്രബോധ രംഗത്തേക്കെന്ന് പറഞ്ഞ് അങ്ങാടിയിൽ കൊണ്ടുവന്ന് ഈ കാളികാവ് അങ്ങാടിയിൽ പോലും കൊണ്ടുവന്ന് ജമീല സുല്ലമിയ മഞ്ചേരിയിൽ നിങ്ങൾക്ക് പ്രത്യേകമായ മനസ്സിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്, കോഴിക്കോട് പ്രകടനം നടത്തിയിട്ടുണ്ട്. അതൊക്കെ മുഖവും മുൻകൈയും തുറന്നിട്ടുകൊണ്ടായിരുന്നു പബ്ലിക് പ്രവർത്തനം. അത് മാറ്റി മാന്യമായി സുന്നത്തിനമായിട്ട് പഠിപ്പിച്ച 14 നൂറ്റാണ്ടുകാലത്തെ യഥാർത്ഥ സംസ്കാരത്തിലേക്ക് ഈ ചിന്നിച്ചവരെ പോകുന്ന കൂട്ടത്തിൽ ചിലരെങ്കിലും തിരിച്ചു വന്ന് സ്വാഗതാർഹമാണുള്ളത്.
തുണി കണങ്കാന്റെ മധ്യമരക്ക് സ്വാഗതാർഹമാണ്. ആ മാറ്റത്തിന്റെ കൂട്ടത്തിൽ നന്നായിട്ട് പഠിച്ചോ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫ് സ്വാലിഹികൾ വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിക്കണം ഇപ്പൊ ജിന്ന് ഗ്രൂപ്പ് പറയണത്. ആ വാദം അംഗീകരിക്കുകയാണെങ്കിൽ ശരിക്കും ഇരുന്നിട്ട് നമ്മൾ ചർച്ച ചെയ്താൽ തറാവീഹ് എത്ര റക്അത്ത്? 20 റക്അത്ത് സുന്നി, 8 റക്അത്ത് മുജാഹിദ്. സലഫ് സ്വാലിഹികൾ 20 റക്അത്താ ഉമർലാന്റെ ചര്യയാണത്. ശരി, തറാവീഹ് ശരി, സുന്നി. ജുമാക്ക് 2 ബാങ്ക്. എന്താണ് അവിടെ മാതൃക? മുജാഹിദ് 1 ബാങ്ക്, സുന്നി 2 ബാങ്ക്. ഏതാണ് സലഫ് സ്വാലിഹികൾ മാതൃക? ഉസ്മാൻ സ്വഹാബികൾ 2 ബാങ്ക് നടപ്പാക്കിയത്. സുന്നി ശരി. അടുത്ത വിഷയം, സ്ത്രീകളെ ജുമാഅത്തിന്റെ മാത്രം പള്ളിയിൽ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടത് ഷാഫി തങ്ങൾ പറയുന്നത് മാ അദിൽതു അഹദൻ മിനൽ മുസ്ലിമീൻ മിൻ സലഫിൽ മുസ്ലിമീൻ, സലഫിൽപ്പെട്ട ഒരാളും ഞാൻ അറിയില്ല വന്നതായിട്ട് അമർ അഹദൻ നിസായി ഏതെങ്കിലും ഒരു സ്ത്രീകളോട് ഇത്തിയാൽ ജുമാഅത്തും വരാ ജമാഅത്തിന്, പള്ളിക്ക് ജുമാഅത്തോ ജമാഅത്തിനോ പോകാന് ഈ ലൈലും വനഹാരിൻ, രാത്രിയോ പകരം. ഏതാ സലഫിന്റെ ചര്യ? സത്യഗ്രഹ മുൻഗാമികളെ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകാതിരിക്കലാണ്. കൊണ്ടുപോകൽ സലഫിനെതിരെ. ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കണങ്കാലിന്റെ മധ്യം വരെ തുണിയെടുക്കാം എന്ന് കിട്ടിയതുപോലെ, പർദ്ദ ധരിക്കണം എന്ന് കിട്ടിയതുപോലെ, അഹ്ലുൽ സുന്നത്തിന്റെ ജമാഅത്തിന്റെ ആദർശങ്ങളാണ് മുഴുവൻ ശരിയെന്ന് ബോധ്യപ്പെടും. നിങ്ങൾ ആ മാർഗത്തിലേക്ക് തിരിച്ചു വേണമെന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. അല്ല, ഒരിക്കലും പരിഹരിച്ചിട്ടില്ല. നിങ്ങൾ സമ്പൂർണ്ണമായി വഴിയിലേക്ക് വരണം. സ്വാഗതാർഹം എന്നാണ്. ഞാനിപ്പോൾ സുന്നിപ്പോൾ ജമാഅത്തിന്റെ പാരമ്പര്യത്തിൽ തന്നെയാണ് ഉസ്താദ് പറഞ്ഞ പോലെ. പിന്നെ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ നിലവിളക്കിനെതിരെ കർശനമായി വിമർശിക്കുന്ന ആളായിരുന്നു. ജാറത്തിലേക്ക് ഞാൻ വരികയല്ല, എല്ലാ ജാറങ്ങളും ഉസ്താദ് പറഞ്ഞു വിവരിച്ച എല്ലാ ജാറങ്ങളും ഇപ്പോൾ ഇന്നും നിലനിൽക്കും. ഈ സമയത്ത് പോലും നിലനിൽക്കുന്നുണ്ട്. നിലവിളക്ക് എത്തിച്ചുകൊണ്ട് അവിടെ അത് ബർക്കത്തെടുത്തുകൊണ്ടും അതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിലവിളക്കിനെ കുറിച്ച് ഉസ്താദ് എന്താണ് പറയും? അതുമായി വീടുമായി ബന്ധപ്പെട്ട് ചെറിയ ഓരോ ചോദ്യം ചോദിച്ചിട്ട് പോയാൽ മതി നമുക്ക്. ഇപ്പോ ആ വിഷയത്തിൽ പെട്ടെന്ന് വഴുതി മതി. നിലവിളക്ക് എത്തിപ്പോ എത്ര പെട്ടെന്ന് നിലവിളക്ക് പോയത്? ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഉറപ്പിക്കാം. ഇപ്പൊ സുഹൃത്ത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം അത്രയും തുടർന്ന നിലപാട് മാറ്റി മുഖം മറക്കുന്ന യാഥാസ്ഥികമാണെന്ന് പറഞ്ഞ, കയ്യുറ ധരിക്കുന്നത് യാഥാസ്ഥികമാണെന്ന് പറഞ്ഞ, തുണക്കടങ്കാലിന്റെ മധ്യം വരെ ഇടിക്കുന്ന രീതി ഒരാൾ പോലും കാണിക്കാതെ നെരിയാണിക്ക് താഴെ വലിച്ചയച്ചുകൊണ്ട് നടക്കുന്ന പ്രൊഫസർമാരെ ഒന്നും നിങ്ങൾക്ക് പുളിക്കൽ മദീനത്തിലോ അറബി കോളേജിൽ പോവാൻ ഞാൻ കാണിച്ചു തരാം. ഫാറൂഖ് റോഡിലോ അറബി കോളേജിൽ പോവാ, അരീക്കോട് സുല്ലം ഇസ്ലാമിലേക്ക് വരൂ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ ഇന്ന് നെരിയാണിക്കുള്ള കാര്യങ്ങൾ വന്നതുപോലെ നിങ്ങൾ മറ്റു കാര്യങ്ങളിലും എന്താണോ സലഫ് സ്വാലിഹികളുടെ മാതൃക പരിശോധിച്ചിട്ട് അങ്ങോട്ട് വരാൻ തയ്യാറുണ്ടോ ചോദിച്ചപ്പോ അവർ വിട്ടിട്ട് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമാണെങ്കിൽ നമുക്ക് ഇരിക്കാം, പരിശോധിക്കാം. എന്നിട്ട് സുന്നത്തിന്റെ മാത്രം പൂർവിക മാർഗം സലഫിന്റെ മാർഗം അങ്ങോട്ട് വരാൻ റെഡിയാണെങ്കിൽ നമുക്ക് നന്നാകാം. ജിന്ന് ഗ്രൂപ്പിന് വളരെ വിശദമായി സമസ്തവുമായി ഒരു ചർച്ചയ്ക്ക് നമ്മൾ വേദിയെടുക്കാം. എന്നിട്ട് സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ സലഫിന്റെ മാർഗത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധിക്കും. അത് നിങ്ങൾ റെഡി ഉണ്ടോ എന്നാ ചോദിച്ചത്. അതിന് ഉത്തരം പറയാതെ നിലവിളക്കിലേക്ക് പോകാൻ പാടില്ല. ഇതിന് ഉത്തരം എന്താ? നിങ്ങൾ റെഡി ഉണ്ടോ? ഉസ്താദ് പറഞ്ഞ ഡ്രസ്സ് അങ്ങനെ എടുക്കൽ നല്ലതാണ്. ഞാൻ അംഗീകരിച്ച് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഉസ്താദ് പറഞ്ഞ ഏതൊരു ലക്ഷണങ്ങൾ തുണി എടുത്തത് ഈ അവസരിക്കുന്ന 99% സുന്നി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. ഇതിൽ ഓരോരുത്തരുടെ ഡ്രസ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നിരയാണ്ട് താഴെ വലിച്ചയച്ചു കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. പിന്നെ അതുപോലെ പാടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാവരും വെള്ളിയാഴ്ച ദുബായ്ക്ക് പോകുമ്പോൾ ആഴ്ചയിൽ വരെ ഈ സേവ ചെയ്തുകൊണ്ട് പാടിയും പഠിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോ പുതുക്കൽ മദീനത്തുൽ അറബി കോളേജിലെയും അരീക്കോട് കോളേജിലെയും പണ്ഡിതന്മാരെ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഈ പണ്ഡിതന്മാരായി നടക്കുന്ന സലഫി പ്രസ്ഥാനത്തിന്റെ പ്രബോധന വേദികൾ, സ്റ്റേജുകൾ നിറഞ്ഞു നിൽക്കുന്ന അവരെ ഉലമാക്കളാണ്, പണ്ഡിത സഭയുടെ നേതാക്കളാണ്, ISMന്റെ നേതാക്കളാണ്, MSMന്റെ നേതാക്കളാണ്. നെരിയാണിക്ക് താഴെ വലിച്ചയച്ച് ഞാൻ കാണിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്ത കേരള ജമ്മിയത്തോടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഉത്തരവാദപ്പെട്ട നായകന്മാരിൽപ്പെട്ട ഒരാളെങ്കിലും തുണി കണങ്കാലിന്റെ മധ്യ താഴെ അല്ലെങ്കിൽ നെരിയാണിക്ക് താഴെ വലിച്ചയക്കുന്നതായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല സുഹൃത്തെ, സാധിക്കൂല. അപ്പൊ നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സ്വാഗതാർഹമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ പഠിച്ചാൽ നിങ്ങൾക്ക് ഹക്ക് സുന്നത്തിയമാക്കാൻ ബോധ്യപ്പെടും. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ചോദിച്ചത് നിലവിളക്കിന്റെ വിഷയമാണ്. നിലവിളക്കിനെ നമ്മൾ എതിർക്കുന്നു, അതേസമയം സകല മക്കാമുകളും കത്തിക്കുന്നു. എന്റെ സുഹൃത്തുക്കളെ, നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുക എന്നത് ഹിന്ദു സുഹൃത്തുക്കളുടെ മതാചാരമാണ്. നിറ പറയും നിലവിളക്കും നമ്മൾ കാണാറുണ്ട്. അത്ര ഉദ്ഘാടനങ്ങൾ നമ്മുടെ ഹിന്ദു സഹോദരന്മാർ ഇവിടെ ഒരു ബിസിനസ് സ്ഥാപനം തുറക്കുകയാണെങ്കിൽ അവർ നിലവിളക്ക് സ്ഥാപിച്ച് അത് കൊളുത്തിയിട്ട് ഉദ്ഘാടനം ചെയ്യുക. അത് അവരുടെ മതപരമായ ആചാരം. മറ്റ് മതസ്ഥരുടെ ആചാരം മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനങ്ങൾക്കിടയിൽ പറഞ്ഞ കിതാബുകളിൽ പറഞ്ഞ മസ്അല. നേരെ മറിച്ച് മക്കാമുകൾ നിലവിളക്ക് കൊടുക്കുന്നില്ലേ?
മക്കാമുകൾ മാത്രമല്ല, പൊന്നാനി പള്ളിയിൽ പോലും നിലവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. എന്താ സ്ഥാപിക്കാൻ കാരണം? പൂർവ്വകാലങ്ങളിൽ ഇലക്ട്രിക് ലൈറ്റ് ഇല്ല, ഈ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല. നന്നായി വെളിച്ചം കാണെങ്കിൽ അടുത്ത കാലത്തെ പെട്രോമാക്സ് വന്നത്. പെട്രോമാക്സിന്റെ മുമ്പത്തെ കാലഘട്ടത്തിൽ നന്നായി വെളിച്ചം കാണുകയാണെങ്കിൽ ഒരു തിരിയുള്ള വിളക്ക് പോരാ. നിലവിളക്ക് എന്ന് പറയുമ്പോൾ അത് വെളിച്ചം ഒഴിച്ചിട്ട് ഒരു തിരി ഇങ്ങോട്ടും ഒരു തിരി അങ്ങോട്ടും 4 ഭാഗത്തേക്കും ധാരാളം തിരികളിട്ട് നന്നായി വെളിച്ചം കാണും. അത് പൂർവ്വകാലങ്ങളിൽ ഇലക്ട്രിക് ലൈറ്റും ആധുനിക സംവിധാനങ്ങളും ഈ എമർജൻസി ഒന്നുമില്ലാത്ത കാലഘട്ടങ്ങളിൽ നന്നായി വെളിച്ചം കാണേണ്ട എല്ലാ സ്ഥലങ്ങളിലും നിലവിളക്ക് ഉപയോഗിച്ചിരുന്നു. മക്കാമുകൾ സിയാറത്തിന് 100 കണക്കിന് ആളുകൾ വരും, അവിടെ നിലവിളക്കാണ് കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നത്. പൊന്നാനി മഖ്ദൂമിന്റെ പള്ളിയിൽ മഖ്ദൂമിന്റെ ദർശനയ്ക്ക് 1000കണക്കിന് ശിഷ്യന്മാർ വിളക്കത്തിരിക്ക് മഴക്ക് കണ്ണ് കാണണമെങ്കിൽ നിലവിളക്ക് വേണം, ഒറ്റ വെളിച്ചം കൂടി നടക്കൂല. അതുകൊണ്ടാണ് ആ നിലവിളക്ക് സ്ഥാപിക്കപ്പെട്ടത്. അന്ന് ആ നിലവിളക്ക് സ്ഥാപിച്ച നിലവിളക്കിൽ ഇപ്പൊ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നില്ല. അത് ആ നിലവിളക്ക് സ്ഥാപിച്ച നിലവിളക്കൊന്നും എടുത്തു മാറ്റിയിട്ടില്ല മാത്രം. അന്ന് കത്തിച്ചുള്ള ബറക്കത്തിന് വേണ്ടി, പുണ്യത്തിന് വേണ്ടി ആ വെളിച്ചം ഒഴിച്ച് പറക്കത്തുണ്ട് കൊണ്ടുപോകാന്ന് ചെയ്യുന്നത്. അപൂർവം ചില സ്ഥലങ്ങളിൽ അത് ഇപ്പോഴും കത്തിക്കുന്നുണ്ട്. ആ കത്തിക്കുന്നത് അത് പിന്നെ അവർ മക്കാമിൽ കത്തിക്കുന്നു എന്ന ഒരു പ്രവർത്തനം നമ്മളിപ്പോ ഒരു ഡെക്കറേഷൻ എന്ന നിലയ്ക്ക് അംഗീകരിക്കുക എന്നല്ലാതെ അത് പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ ആചാരവുമായും പുണ്യവുമായും ബന്ധപ്പെട്ട വിഷയമേ അല്ല. അപ്പൊ ഹിന്ദു മതത്തിന്റെ ഭാഗമായി കത്തിക്കുന്ന നിലവിളക്കും വെളിച്ചം കാണാൻ വേണ്ടി മക്കാമിൽ കത്തിക്കുന്ന നിലവിളക്കും നമ്മൾ സാദൃശ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞതുപോലെ വെളിച്ചം കാണാനാണ് കത്തിക്കുമെന്ന് പറഞ്ഞത് ഇവിടെ കൂടി എല്ലാവർക്കും അവിടെ വെളിച്ചം കാണാനോ അത് ബർക്കത്തിനാണ് എന്നതിനെ കുറിച്ച് ആവശ്യപ്പെടുമ്പോൾ ബോധമായിരിക്കും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക്. ഇങ്ങനെ വേറെ ചോദ്യം വീടുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആദർശപൂർവ്വം അത് ചോദിക്കുന്നത്. ഒരുപാട് സുന്നികൾ വീട് വെക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പറയിടുന്നു വീട് വെക്കുന്ന സമയത്ത് കണക്ക് നോക്കുന്ന മൂല്യമാരെ സ്ഥാനം നോക്കുന്ന സമ്പ്രദായം നമ്മൾ ശാന്തമായ സ്വരത്തിലാണ് ഉസ്താദ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ ഹാൻഡ് ഇളകുന്നത്? ഇരിക്കി, അവിടെ ഇരിക്കി, പ്ലീസ് ഇരിക്കി. ജനങ്ങൾ നിങ്ങളെ ആൾക്കാരൊന്നുമല്ല കേട്ടോ. ഇവർക്ക് ഒരു നമ്മൾ ഒരുപാട് മുഖാമുഖം നടത്തിയതാണ്. ഇവരുണ്ട് ഇതാ ഈ ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന്. ആളുകൾ നിങ്ങളെ പോലെ അത്ര കാര്യങ്ങൾ തിരിച്ചറിയാത്ത മന്ദബുദ്ധികളല്ലല്ലോ. അപ്പോ ഇതിനുള്ള മറുപടി, നിങ്ങളുടെ ഈ ചോദ്യത്തിന്റെ മറുപടി കേൾക്കൂ അതോ പറയണ്ട. അവർ സംസാരിക്കുന്നത് MM അക്ബർ. ഞാൻ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ നെറ്റ് തുറക്കുക, നിങ്ങളുടെ മൊബൈലില് നെറ്റ് ഓപ്പൺ. ഇരിക്കൂ സുഹൃത്തെ, ഇരിക്ക്. നീ കേൾക്കണം, നീ അങ്ങനെ സംസാരിക്കരുത്. അതാ MM അക്ബറിന്റെ MM അക്ബറും നിലവിളക്കും എന്നുള്ള ഒരു സൈറ്റ്, അത് നിങ്ങൾ യൂട്യൂബിൽ തുറക്കുക. ആ MM അക്ബർ പറയുന്നുണ്ട് നിലവിളക്കിന് കുഴപ്പമില്ല എന്ന് പറയുന്നത്. നിലവിളക്കിന് കുഴപ്പമില്ല, നിലവിളക്ക് കത്തിക്കുന്നതിന് കുഴപ്പമില്ല, നിലവിളക്ക് ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, നിലവിളക്ക് ഉണ്ടാക്കുന്നവർക്ക് കുഴപ്പമില്ല, നിലവിളക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥത്തിനും കുഴപ്പമില്ല. പിന്നെ എവിടെയാണ് കുഴപ്പമുള്ളത്? നിലവിളക്ക് കത്തിച്ചുകൊണ്ട് ഹൈന്ദവർക്ക് അവരുടേതായ ചില ആചാരങ്ങളുണ്ട്. അത് ഉദ്ഘാടന വേളകളിൽ പ്രത്യേകമായ ചടങ്ങുകളും പ്രത്യേകമായ ശ്ലോകങ്ങളും പ്രത്യേകമായ ചുവടുകളും ആക്ഷനുകളൊക്കെ നടത്തിക്കൊണ്ടുള്ള ആ ശൈലിയിലുള്ള ചടങ്ങ്. അതുപോലെ തന്നെ നമ്മളെ പിന്നെ ചില വീടുകളൊക്കെ കാണാം ദീപം എന്ന് പറഞ്ഞിട്ട് വലത്തെ കൈ ഇടത്തെ കൈ ഇങ്ങനെ പ്രത്യേക രൂപത്തിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ ഉള്ളിന്ന് കത്തിച്ചിട്ട് പുറത്ത് കൊലായ്മ വന്ന് വെച്ച് പ്രത്യേക ആചാരം. ഈ ആചാരത്തെ അനുകരിക്കുന്നതാണ് തെറ്റ് എന്ന് മുജാഹിദിന്റെ തന്നെ നേതാവായ MM അക്ബർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഇത് മുജാഹിദുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുജാഹിദ് അങ്ങനെ പറഞ്ഞാലും എനിക്കത് അംഗീകരിക്കാൻ കഴിയൂല. ഇതാണ് ഇവരോട് മുജാഹിദിന്റെ കേമൗലി പറഞ്ഞോട്ടെ, അയാൾ നരകത്ത് പോയിക്കോട്ടെ. എന്താ ഇപ്പൊ കമ്പൽ സംവാദത്തിൽ ഫൈസൽ പറഞ്ഞതാ. ഞങ്ങൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഫൈസൽ മൗലവി, നിങ്ങളുടെ നേതാവ് KM മൗലവിയും EK മൗലവിയും മറ്റുള്ള മൗലവിമാരൊക്കെ നരകത്ത് പോകൂലേ? ഒരു പോയിക്കോട്ടെ. പിന്നെ എന്ത് മുജാഹിദാണിത്? മുജാഹിദിന് വിശ്വാസം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതിൽ ഇസ്ലാം ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. അത് ഒരു ഹദീസ് കൊണ്ടോ ഒരു ഇബാറത്ത് കൊണ്ടോ
നിങ്ങൾക്കത് തെളിയിക്കാൻ സാധ്യമല്ല. പിന്നെ നിങ്ങൾ ഈ മൗലവിമാര് പറയുന്നത് അങ്ങോട്ട് തലയിൽ കയറ്റിട്ട് ചോദിച്ചു വയ്ക്കാൻ വേണ്ടി വരിക. ആ അന്യമതസ്ഥരുടെ ആചാര രീതിയിൽ നിലവിളക്ക് കത്തിക്കാൻ പാടില്ല. അതാ ഉസ്താദ് പറഞ്ഞത്. അത് സമസ്ത എന്നും പറയും. അല്ലാതെ നിലവിളക്ക് കത്തിക്കുക എന്നുള്ളത് അത് വെളിച്ചത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കത്തിക്കും. ഉസ്താദ് ഡെക്കറേറ്റിന്റെ രൂപത്തിൽ കത്തിക്കും. ഇനിയിപ്പോ ഒരാൾ ഒരു ലക്ഷ്യമില്ലാതെ കത്തിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എങ്ങനെ നിലവിളക്ക് കത്തിച്ചു? ഒരു ലക്ഷ്യമില്ല. എന്നാൽ ആ കത്തിച്ചത് തെറ്റാന്ന് പറയാൻ പറ്റും. തെറ്റാണ്. ഇസ്ലാമിലൊരു കാര്യം തെറ്റാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ തെളിവാണ് വേണം. ഇപ്പൊ നിങ്ങളെ തുണി ഇങ്ങനെ പിടിച്ചല്ലോ, അത് ലക്ഷ്യം എന്തായിട്ടാ? അത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ തുണി താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലേ, അതിനാ മൂപ്പരിക്കനെ പിടിച്ചത്. അങ്ങനെ പിടിച്ചുകാണ്ട് നെരിയാടിന്റെ മുകളിലേക്ക് പൊന്തിച്ചാൽ പോരാ, അങ്ങനെ പിടിക്കാതെ തന്നെ തുണി നെരിയാടിന്റെ മുകളിലേക്ക് പൊന്തേണ്ടതാകുന്നു. അങ്ങനെ പിടിച്ചിട്ട് പൊന്തിച്ചാൽ പോരാ, പിടിക്കാതെ തന്നെ നെരിയാടിന്റെ മുകളിലേക്ക് തുണി വരണം. അപ്പൊ സുഹൃത്തെ, നമ്മളെ ചോദ്യതല്ല ഞാൻ ഒരാൾ അങ്ങനെ ചെയ്യും എന്നല്ല പറയുന്നത്. ഒരാൾ അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണെന്നോ ഹറാമാണെന്നോ പറയാൻ തെളിവ് വേണം. മനസ്സിലായോ? ഇപ്പൊ നമ്മളെ വീട്ടിൽ ഒരുപാട് സാധാരണ നമ്മൾ ചില വീടുകളൊക്കെ നിർമ്മിച്ചാൽ നമ്മൾ പറയും ആ ഭാഗം അത് ഒരു വേണ്ടിണ്ടായില്ല, അവിടെ ആ കോണി അങ്ങനെ എടുത്തത് ഒരു ഉപകാരവും ഇല്ല എന്ന് പറയും. അങ്ങോട്ട് ഇരിക്കു സുഹൃത്തെ, ഇരിക്കവിടെ. എന്നിട്ട് എന്നാ നിങ്ങൾ ഇടയിൽ ഇട്ട് കളിക്കരുത്. അപ്പോ ഇവിടെ ഒരാള് ഇനിയിപ്പോ ഒരു ലക്ഷ്യവും ഇല്ലാതെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു എന്ന് വന്നാൽ തന്നെ അതിനെപ്പറ്റി ശിർക്കാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആയത്തോ, നിങ്ങൾ വലിയ മുജ്തഹിദീങ്ങളല്ലേ, ഹദീസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓടാൻ കഴിയും. ഈ തൊള്ളപ്പുട്ടടിക്കാനുള്ള ആ പരിപാടി അല്ലാതെ വേറെ എന്തെങ്കിലും തെളിവ് നിൽക്കുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് സുഹൃത്തെ പറഞ്ഞത്, ആചാര രീതിയെ അനുകരിക്കാൻ പാടില്ല. അതേസമയത്ത് നിലവിളക്ക് കത്തിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്. എം എം അക്ബറും നിലവിളക്കും എന്ന സൈറ്റിൽ യൂട്യൂബിൽ നിങ്ങൾ പോയാൽ, ഞാൻ എന്റെ മൊബൈൽ ഓഫ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കാണിച്ചു തന്നിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നിലവിളക്കിന് കുഴപ്പമില്ല, അതുണ്ടാക്കുന്ന അസംസ്കൃത പദാർത്ഥത്തിന് കുഴപ്പമില്ല, ഉണ്ടാക്കുന്നവർക്ക് കുഴപ്പമില്ല, കത്തിക്കുന്നതിനും കുഴപ്പമില്ല. പിന്നെ കുഴപ്പമുള്ളത് ആചാരത്തെ അനുകരിക്കുന്നതിനാണ്. അതിന്റെ ഉസ്താദും പറഞ്ഞു. ഞാൻ അനുബന്ധം പറയാം. ഇപ്പോ നമ്മുടെ നാടുകളിൽ കാളകൂട്ട് മത്സരം വളരെ സജീവമായി നടക്കാറുണ്ട്. എന്റെ നാട്ടിൽ നടക്കാറുണ്ട് ഒന്നിച്ച കാളകൂട്ട് മത്സരം. കാളകൂട്ട് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ കാളക്ക് എന്ത് ചെയ്യും? നോട്ടുമാല ഇട്ട് കൊടുക്കും. ഫസ്റ്റ് കിട്ടിയ കാളക്ക് നോട്ടുമാല ഇട്ട് കൊടുക്കും. ഭയങ്കര സന്തോഷം, കൈയ്യടൊക്കെ റെഡിയായി. അത് ശിർക്കല്ല. നോട്ടുമാല ശിർക്ക അല്ല. നേരെ മറിച്ച് ഹിന്ദുക്കളുടെ ദൈവമാണ് കാള. ഒരു കാളങ്ങനെ നമ്മൾ രാവിലെ ചാടിച്ചിരിക്കുമ്പോൾ റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ക്ഷമ ഒരു സെക്കൻഡ്, ഞാൻ വളരെ കുറച്ച് മറുപടി പെട്ടെന്ന് നോക്കും. ഒരു കാള റോഡിലൂടെ നമ്മൾ ചാടിച്ചുമ്പോൾ ഇങ്ങനെ പശു ഒരു ഫസ്റ്റ് പോയിട്ട് 4 ആൾക്ക് നടക്കാൻ തന്നെ വയ്യ, മുടക്കി നടക്കുന്ന പശുവാണ് കാളെ. ഈ കാളയ്ക്ക് നേരെ ഒരു ഹിന്ദു സുഹൃത്ത് ഇങ്ങനെ നമസ്കാരം എന്ന് കാണിച്ചു. ഇയാൾ മാലിട്ട് കൊടുത്തിട്ടില്ല, ഒരു നമസ്കാരം കാണിച്ചിട്ടുള്ളൂ. ഇത് ശിർക്കാണ്. അപ്പൊ കാളയ്ക്ക് ഒരു ഭാഗത്ത് നോട്ടുമാലിട്ട് കൊടുക്കുന്ന ഒരു ജായിസ്, ഇപ്പുറത്ത് കേവലം നോട്ടുമാലിട്ട് കൊടുക്കുന്നില്ല, കൈകൊണ്ടിങ്ങനെ നമസ്കാരം കാണിക്കുന്നത് ശിർക്ക്. അപ്പൊ എന്താ പ്രശ്നം? വിശ്വാസമാണ് പ്രശ്നം. നമ്മുടെ പള്ളികളിൽ, നമ്മുടെ മക്കാമുകളിൽ പൂർവ്വകാലത്തിൽ നിലവിളക്ക് കൊളുത്തി വെച്ചത് വെളിച്ചം കാണാൻ നല്ല സതുദ്ദേശത്തിനാണ്. ഹിന്ദു സുഹൃത്തുക്കൾ ചെയ്യുന്ന അവരുടെ മതാചാരത്തിന്റെ ഭാഗമായിട്ടാണ്. അതേമാതിരി ചിന്തിച്ചാൽ നമ്മൾ മെഴുകുതിരി കത്തിച്ചാൽ ഒരു കുഴപ്പം പറ്റൂല. ക്രിസ്ത്യാനി സുഹൃത്തുക്കൾ കത്തിക്കുന്ന മെഴുകുതിരിക്ക് സമാനമായിട്ടാണ് പൂജക്കു നാം കുത്തുവിളക്കു തന്നെ കൊളുത്തിയിടണം വൈദ്യുത ദീപമല്ല. ഉള്ളൂരിന്റെ കവിത. നിലവിളക്ക് നിറഞ്ഞ ഹദീസ് വേണം. നിലവിളക്കിന് നിലവിളക്ക് തന്നെയല്ലേ പറയാ? അവസാനത്തെ ചോദ്യമാണ്. കാരണം അത് തോറ്റോടല്ല,
സാധാരണ കാളികാവിന്റെ ചരിത്രത്തിൽ പരിപാടി നടത്തുമ്പോൾ 10 മണിയാകുമ്പോഴേക്ക് തന്നെ നിയമപാലകർ വന്ന് പരിപാടി അവസാനിപ്പിക്കാൻ പറയാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ നടത്തുന്ന ആളുകളുടെ ശൈലിയും ചുറ്റുപാടും അങ്ങനെ തന്നെയാണ്. അവർ കച്ചറുണ്ടാക്കി പരസ്പരം ഉന്തും തള്ളൊക്കെ ഉണ്ടാക്കി പരിപാടി മലീമസമാക്കാറുണ്ട്. പക്ഷെ നമ്മൾ സമസ്തയുടെ പ്രവർത്തകർ അച്ചടക്കമുള്ളവരായതുകൊണ്ടും നേതാക്കന്മാരുടെ വാക്കിന് നിലയും കൽപ്പിക്കുന്നവരായതുകൊണ്ടും മാന്യമായി സദസ്സ് കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഇതുവരെ ഒരു പ്രശ്നവും നമ്മുടെ സദസ്സിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആരും നമ്മോട് ഈ പരിപാടി നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സമയം ഇപ്പോ 11:30 കഴിഞ്ഞു. ഇനിയും നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ഉചിതമല്ല. അതുകൊണ്ട് ലാസ്റ്റ് ഒരൊറ്റ ചോദ്യത്തിനൂടെ അവസരം നൽകി അതിന് മറുപടി പറഞ്ഞ് നന്ദി പറഞ്ഞ് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുസ്തഫ. ഞാൻ മഞ്ഞപ്പത്തിന് പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം, നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചെന്നുള്ള ഒരു സംശയമാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തെ ആലിമുൽ ഗൈബി വലയല്ല അലൈഹി ഐബിഹെ അഹദ എന്ന് അവസാനിക്കുന്ന ആയത്ത് 27ാമത്തെ ആയത്ത് തുടങ്ങുന്നത് മനിർത്തല എന്നുള്ളവർക്കാണ്. അപ്പോ ഖുർആനില് വഖഫ് ചെയ്യാത്തോടത്ത് നമുക്ക് വഖഫ് ചെയ്യാൻ പറ്റുമോ? നമ്മളെ അർത്ഥത്തിന് അനുസരിച്ച്, നമുക്ക് കിട്ടേണ്ട അർത്ഥത്തിനനുസരിച്ച് നമുക്ക് വഖഫ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട അർത്ഥം മാത്രം അടർത്തിയെടുക്കാൻ ഖുർആനിന് പറ്റുമോ? ഇതാണ് എന്റെ സംശയം. അതെ, ഖുർആനിൽ ഇല്ലാ മനിർത്തലാമിർ റസൂലിൻ എന്നതോടുകൂടി ആ ആയത്ത് അവസാനിക്കുന്നില്ല. ആ ആയത്ത് 27ാമത്തെ ആയത്തെ ഇല്ലാ മനിർത്തലാമിർ റസൂലിൻ എന്നതോടുകൂടി അവസാനിച്ചിട്ടില്ല. ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആയത്ത് തുടരുകയാണ്. അപ്പൊ മിർ റസൂലിന്റെ അവിടെ നിർത്താനും പാടില്ല എന്ന് വരും നിങ്ങളുടെ വീക്ഷണപ്രകാരം. അത് ശരിയല്ല. അവിടെ നമുക്കൊരാശയം കിട്ടാൻ വേണ്ടി ഇല്ലാ മനിർത്തലാൽ അവിടെ നിർത്തിയെന്നല്ല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഗൈബ് അറിയും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മുടെ കേരള ജംഇയ്യത്തുൽ ഉലമയായ മുജാഹിദ് പണ്ഡിതന്മാരും നമ്മുടെ തഫ്സീറിന്റെ കിതാബുകളിലൊക്കെ അത് രേഖപ്പെടുത്തിയതാണ്. ഇനി അതിന് ഗ്രാമർ സംബന്ധമായിട്ടുള്ള വ്യക്തമായ കാരണവുമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇർത്തല എന്ന ഫിഅലുമായി ബന്ധപ്പെട്ട ഗ്രാമർ അവിടെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്നറിയില്ല. അത് അറബി തഫ്സീർ അർത്ഥം വെക്കാനുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇല്ലാ മനിർത്തല എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയെടുത്ത് യാതൊരു കുഴപ്പവും ഇല്ല. ഉണ്ട് എന്നതിന് ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ ഇവിടെ ലോകത്ത് ഒരു മുജാഹിദിനും സാധ്യവും അല്ല. ഒരു കുഴപ്പവും കേട്ടോ. പിന്നെ ആ 2 ആയത്തിന്റെയും അർത്ഥം നോക്കുമ്പോൾ മനിർത്തല മിർ റസൂൽ, ഇപ്പൊ ഞാൻ ഇന്നത്തെ പുസ്തകമല്ല, ആ ചോദ്യം കേട്ടപ്പോൾ മൊബൈൽ നോക്കിയപ്പോൾ കിട്ടിയതാണ്. മനിർത്തല മിർ റസൂലിന്നില്ല ആ ഫുള്ള് 2 ആയത്തിന്റെ ഫുള്ള് അർത്ഥം വെക്കുമ്പോൾ മിർ റസൂലിന്നില്ല വാക്കിന് അവിടെ അർത്ഥം വരുന്നില്ലല്ലോ. കാരണം മനിർത്തല എന്ന് പറയുമ്പോൾ അള്ളാഹു ആയിബ് അറിയിച്ചു കൊടുക്കും മനിർത്തല അവൻ തൃപ്തിപ്പെട്ടവർക്ക്. പിന്നെ അവിടെ നിന്നിട്ട് അർത്ഥം വെക്കുമ്പോൾ മിർ റസൂലിന്നില്ല ആ പദം അവിടെ വേസ്റ്റല്ലേ? വേസ്റ്റല്ല. അതിനാണ് കെ എം മൗലവി മറുപടി പറഞ്ഞത്. വേസ്റ്റ് അല്ല. കെ എം മൗലവിയാണ്, ഞാൻ മുജാഹിദ മറുപടി പറയുന്നത്. അത് വേസ്റ്റ് അല്ല. ഞാൻ ഒരു ഗ്രാമർ പറഞ്ഞുതരാം, നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ സാധാരണക്കാർ കിതാബ് ഓതാത്ത ആൾക്കാരായതുകൊണ്ട് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു ഹുക്കുമിനെ, ഒരു സെന്റൻസിലുള്ള ഒരു നിയമത്തെ ഒരു ക്രിയാപദം അല്ലെങ്കിൽ തത്തുല്യമായ ഒരു പദത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ആ പദത്തിലടങ്ങിയ ആശയമാണ് ആ നിയമത്തിന്റെ പ്രധാന ഹേതു എന്നാണ്. അപ്പോ ഇവിടെ അള്ളാഹു തൃപ്തിപ്പെട്ട മുർസലീങ്ങൾക്ക് ഗൈബ് അറിയിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ മുർസൽ എന്ന് പറഞ്ഞതല്ല ഇവിടുത്തെ പ്രധാനം. ഇത് ഗൈബ് അറിയിച്ചു കൊടുക്കാനുള്ള മാനദണ്ഡം അള്ളാഹു തൃപ്തിപ്പെടുക എന്നതാണ്. അള്ളാഹു തൃപ്തിപ്പെടുക എന്നുള്ളതിൽ മുർസലീങ്ങളും ഉൾപ്പെടും, ഔലിയാക്കളും ഉൾപ്പെടും. അവരും അള്ള തൃപ്തിപ്പെട്ടവരാണ്. അപ്പൊ അള്ള തൃപ്തിപ്പെടുക എന്ന അതാണ് ആ നിയമത്തിന്റെ മാനദണ്ഡം. ഞാൻ എന്റെ ഗ്രാമർ അറബിയിൽ പറയാം. ഇദാ തറത്തബൽ ഹുക്മു അലാ മുസ്തഖിൽ ഫമഅഖദുൽ ഇസ്തിഖാഖ് ഇല്ലതുഹു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇത് അല്ല, പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഇല്ലാ മനിർത്തല,
അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾ. പിന്നെ മിർ റസൂലിൻ എന്ന് പറഞ്ഞതോ അത് അതിൽ ഏറ്റവും താമായ പൂർണ്ണമായ ആളുകളെ പ്രത്യേകം ഒന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേയുള്ളൂ. അത് ഔലിയാക്കളെ ഒഴിവാക്കാൻ അല്ല എന്ന് തഫ്സീർ റാസിയിൽ പറഞ്ഞിട്ടുണ്ട്, തഫ്സീറുൽ ഖാസിമിൽ പറഞ്ഞിട്ടുണ്ട്, തഫ്സീർ അബൂ ശുഐബിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തഫ്സീറുൽ ജമലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഒഴിവാക്കാനാണ് എന്ന് പറഞ്ഞത് പിഴച്ച പ്രസ്ഥാനക്കാരനായ സമഖ്ശരി മാത്രമാണ്. ആ സമഖ്ശരിയെ ഗണ്ണിച്ചുകൊണ്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ നമ്മുടെ ഇമാമുമാരെല്ലാം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മിർ റസൂലിൻ എന്ന് പറഞ്ഞത് ഔലിയാക്കളെ ഒഴിവാക്കാനല്ല, അത് പൂർണ്ണാവസ്ഥയിൽ അറിയുന്നവർ അവരാണെന്ന് എടുത്തു പറയാൻ വേണ്ടി മാത്രമാണ്. മാനദണ്ഡം അള്ളാഹുവിന്റെ ഇർത്തിള ആകുന്നു, അഥവാ അള്ളാഹു തൃപ്തിപ്പെടലാകുന്നു. അപ്പൊ ഇല്ലാമനിർത്തല എന്ന മാനദണ്ഡത്തിൽ നിർത്തിയാലും ഖുർആനിന്റെ ആശയത്തിന് അത് എതിരല്ല. കാരണം ഖുർആന്റെ ആയത്തിനെ വ്യാഖ്യാനിക്കാൻ മുഫസ്സിരീങ്ങൾ അവലംബിക്കുന്ന ഭാഷാ നിയമം, അതിന്റെ നിദാന നിയമം, ആ നിയമം അനുസരിച്ചാണ് അവർ വ്യാഖ്യാനിക്കുക. ഇത് ആർക്ക് മനസ്സിലായിട്ടുണ്ട്? നിങ്ങളുടെ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കെ.എം. മൗലവിയെ പോലുള്ള പണ്ഡിതന്മാർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ അത് ഔലിയാക്കൾ ഒഴിവാക്കാനല്ല എന്ന് പ്രത്യേകം പറഞ്ഞത്. ഇത് വളരെ വിശദമായി നേരത്തെ വായിച്ചതല്ല. നിങ്ങൾ ഈ തഫ്സീർ വ്യാഖ്യാനിക്കാനുള്ള നിയമം അറിയാൻ എന്താ ചെയ്യുക കേട്ടോ. അതോടുകൂടി ക്ലോസ് ആയി. ഒറ്റ ചോദ്യത്തിന് നിങ്ങൾക്ക് 2 അവസരം തന്നു, നിങ്ങളുടെ ചോദ്യാവസരം ക്ലോസ് ആയി. ബഹുമാനികളെ, നമ്മുടെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം